ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഭാഗം ആങ്കർ മാനേജ്മെന്റ് ആണ്. ആങ്കർ ഇഷ്യൂ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ നമ്മുടെ കൂട്ടത്തില്? തൊട്ടാ പൊള്ളുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പറയാൻ മടിയൊന്നും വേണ്ട കേട്ടോ, ഓരോ ആളുകളുടെ നാച്ചുറാണ്. അത്യാവശ്യം ഓക്കെ. ഇവൻ ഞാനാണെങ്കിലും എനിക്ക് മുമ്പ് ആങ്കർ ഇഷ്യൂ നന്നായിട്ടുള്ള ഒരാളായിരുന്നു. ബട്ട് ഇപ്പൊ കുറവാണ്, വളരെ കുറവാണ്. ഉണ്ട് ഉണ്ട് ആങ്കർ ഉണ്ട്. ഓക്കെ, ആങ്കറിന് പല പല കാരണങ്ങളായിരിക്കും ഉണ്ടാവാം. ഈ ആങ്കർ മോശപ്പെട്ട ഒരു കാര്യമാണോ? വാട്ട് ഡു യു തിങ്ക്? ഇതൊരു മോശമാണോ ആങ്കർ? മോശമാണ് നല്ലതുമാണ്. ഓക്കെ, ആരോൺ എന്തോ പറയാൻ വന്നോ? ആവശ്യത്തിന് വേണോന്ന് തോന്നുന്നു. ഓക്കെ, ആങ്കർ ശരിക്കും ഒരു മോശപ്പെട്ട സ്വഭാവമല്ല. ആങ്കർ മോശപ്പെട്ട സ്വഭാവമല്ല. ആങ്കർ ഒരു ഇമോഷനാണ്, മനുഷ്യന്റെ പച്ചയായ ഒരു ഇമോഷനാണ്. വിഷമം, സങ്കടം, ദേഷ്യം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യനിക്ക് ഇമോഷൻസ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എങ്ങനെ കൺട്രോൾ ചെയ്യാം? നീ കുറച്ചേരം ഇവിടെ നിൽക്ക്, ഞാനിതൊന്ന് കൺട്രോൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇമോഷൻസിന് കിട്ടില്ല. അത് ഇൻസ്റ്റിങ്റ്റീവാ, പെട്ടെന്ന് വരുന്നതാ. നമ്മൾ ഒരാളെ വിഷമിപ്പിച്ചാൽ അത് പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ് ആങ്കർ എന്നുള്ളത്. ആങ്കർ ഒരു മോശപ്പെട്ട കാര്യമല്ല. അത് എപ്പോഴും ഞാൻ ക്ലയന്റിന്റെ അടുത്ത്, ഞാനും എല്ലാ സൈക്കോളജിസ്റ്റും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ദേഷ്യം ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യമല്ല, അത് സത്യമാണ്. അത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് ദേഷ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യനിക്ക് ദേഷ്യം ഇമോഷൻസ് വരാം. പക്ഷെ ആ ഇമോഷൻസ് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ ഒരു ഇമോഷൻസിന്റെ അടുത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുന്നൊരു വേയില്ല. ഓക്കെ ഓക്കെ, സൗണ്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും സൗണ്ട് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. സുകന്യ ഒന്ന് വോയിസ് ഒന്ന് കൂട്ടി നോക്ക്. ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആങ്കർ ഒരു മോശം കാര്യമല്ല. പക്ഷെ ആ ആങ്കർ കാരണം നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നു, അവിടെയാണ് മോശം വരുന്നത്. ആങ്കർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഇമോഷൻസാ. പക്ഷെ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അത് നമ്മുടെ കൺട്രോളാണ്. അതാണ് ആങ്കർ മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുന്ന ആ ഒരു ദേഷ്യത്തെ നമ്മളെങ്ങനെ പുറത്തോട്ടേക്ക് പ്രതിഫലിക്കുന്നത്, പുറത്തോട്ടേക്ക് നമ്മളെങ്ങനെയാ കാണിക്കുന്നത്, ദിസ് ഇസ് ആങ്കർ മാനേജ്മെന്റ്. ഓക്കെ, ആങ്കർ ഒരിക്കലും മോശപ്പെട്ട ഒരു കാര്യമല്ല. ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ മോശപ്പെട്ട കാര്യമാണെന്ന് പറയുകയും ചെയ്യരുത്. ആങ്കർ ഒരു മനുഷ്യന്റെ പച്ചയായ ഒരു ഇമോഷൻസ് ആണ്. ഓക്കെ, പക്ഷെ അത് മാനേജ് ചെയ്യാൻ പറ്റണം. അത് പുറത്തോട്ടൊക്കെ നമ്മൾ കാണിക്കുന്ന രീതിയിലാണ്, അതാണ് നമ്മുടെ കൺട്രോള് വേണ്ടത്. ഓക്കെ, എന്താണ് ആങ്കർ മാനേജ്മെന്റ്? ഇപ്പോ ശരിക്കും ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നാച്ചുറലി ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടോ? നാച്ചുറലി ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇതൊക്കെ ജനിച്ച ഉടനെ നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് അങ്ങനെ വളരെ ക്വയറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, നാച്ചുറലി ഉണ്ടാവും. പക്ഷെ ഒരു അറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ആളുകൾക്ക് ദേഷ്യമൊക്കെ വരില്ലേ? അത് നമ്മുടെ എഫേർട്ടാക്കണം. ആങ്കർ മാനേജ്മെന്റ് ചെയ്യുന്നത് നമ്മൾ മാനേജ് ചെയ്യുന്നതാണ്. നമ്മൾ വളരെ നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, നമ്മളത് ബ്യൂട്ടിഫുള്ളി മാനേജ് ചെയ്യുന്നതാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് അടിക്കേണ്ട കാര്യമില്ല. ആ ദേഷ്യത്തെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രം നമ്മൾ നെഗറ്റീവും പോസിറ്റീവും അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് സ്ട്രാറ്റജീസാണ്. നമ്മൾ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരു ഹെൽത്തിയർ വേയിൽ നമ്മുടെ ആങ്കർ എക്സ്പ്രസ് ചെയ്യാം. ആങ്കർ എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പക്ഷെ അത് ഹെൽത്തിയർ വേയിൽ എക്സ്പ്രസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളി ആങ്കർ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക, നമ്മുടെ കയ്യിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടെ, അതായത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ ആങ്കറിനെ മാനേജ് ചെയ്യും. ദിസ് ഇസ് ആങ്കർ മാനേജ്മെന്റ്. ഇത് ശരിക്കും ആങ്കർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് മൈൽഡ് ഇറിറ്റേഷൻ ഉണ്ടാവും, ചെറിയൊരു ദേഷ്യമായിരിക്കും. അല്ലാതെ ഇന്റൻസ് ആയിട്ടുള്ള റേജും ഉണ്ടാവും. ഇന്റൻസ് ആയിട്ടുള്ള റേജ് എന്ന് പറയുമ്പോൾ ഒരാളെ ഉപദ്രവിക്കുന്ന രീതിയിൽ, ഒരാളെ അടിക്കുന്ന രീതിയിൽ, ഒരാളെ ഒരു വയലൻസിലോട്ടേക്ക് പോകുന്ന ആങ്കർ വരെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും ആങ്കർ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് നമ്മുടെ ആങ്കർ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. അതായത് ആങ്കർ എന്ന് പറയുന്നൊരു കാര്യം
ഒരു ബുദ്ധിസത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്നെ പേഴ്സണലി സ്വാധീനിച്ച ഒരു ഘടകമാണ്. ഞാൻ നിങ്ങളുടെ അടുത്തും കൂടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ കുറച്ച് ആങ്കർ ഇഷ്യൂ ഉള്ള ഒരാളായിരുന്നു. ആങ്കർ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എറിഞ്ഞു പൊട്ടിക്കുന്ന ആങ്കർ ഒന്നുമില്ല, എന്നാലും ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ആങ്കർ പുറത്തോട്ടേക്ക് കാണിക്കുന്നത്. നമുക്ക് വരുന്ന ഇമോഷൻസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ആങ്കർ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പഠിക്കുന്ന സമയത്താട്ടോ, ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ആ ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ എന്തായാലും സൈക്കോളജി പഠിക്കുമ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവല്ലോ. അപ്പൊ അങ്ങനെയാണ് ഒരു ബുദ്ധിസത്തിന്റെ ഒരു കൺസെപ്റ്റ് കേൾക്കുന്നത്. ഒരു ബുദ്ധിസത്തിന്റെ ഒരു കൺസെപ്റ്റ് കേൾക്കുന്നത് എന്താന്ന് വെച്ചാല്, ആങ്കർ, ബുദ്ധ പറയുന്നത് ഇങ്ങനെയാണ്. ആങ്കർ എന്ന് പറയുന്നത് വേറൊരാൾ ചെയ്ത കാര്യത്തിന് നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുന്ന ഒരു പണിഷ്മെന്റ് ആണ് ആങ്കർ എന്നുള്ളത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് കേൾക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ അതിന്റെ മീനിങ്, അതിന്റെ ഡീപ്പർ മീനിങ് എന്താന്നുള്ളത്. അങ്ങനെ കുറെ ആ ഒരു കോട്ട് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാല് ആങ്കർ വേറെ ആരെങ്കിലും ചെയ്ത കാര്യമായിരിക്കും അല്ലെ, പക്ഷെ അതിന് സഫറിങ് ആങ്കർ വരുമ്പോ ശരിക്കും നമ്മൾ എയിം ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിഷമിപ്പിക്കണമെന്നായിരിക്കും. പക്ഷെ അയാളെ വിഷമിക്കുന്നതിനേക്കാൾ കൂടുതൽ സഫറിങ് നമ്മൾ തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആങ്കർ ഇഷ്യൂസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദേഷ്യത്തിന്റെ എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ എത്ര നേരം ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? ചുരുങ്ങിയത് ഒരു 12 മണിക്കൂർ അതിന്റെ കൂടുതൽ ഉണ്ടാവും. ശരിക്കും കണക്ക് പറയുകയാണെങ്കിൽ ഒരു 24 hours അതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവും. ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ കോർട്ടിസോളിന്റെ ലെവൽ കൂടും. നിങ്ങൾ ഇപ്പൊ രാവിലെ തന്നെ ദേഷ്യപ്പെട്ടിട്ടാന്ന് വിചാരിച്ചോ, ഓക്കെ, അപ്പൊ രാവിലെ തന്നെ ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ ആ ദേഷ്യത്തിന്റെ എഫക്റ്റോടെ ആയിരിക്കും ആ ഡേ ഫുള്ള് നിങ്ങൾ പോവാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ആദ്യത്തെ ആ ഒരു ദേഷ്യത്തിന്റെ എഫക്റ്റിലായിരിക്കും നിങ്ങളുടെ ഡേ ഫുള്ള് പോകുന്നുണ്ടാവുക. അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഞാൻ പൊതുവെ പറയുന്നൊരു കാര്യം, ആങ്കർ മാനേജ് ചെയ്യുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല, സ്വന്തത്തിന് വേണ്ടിയിട്ടാണ്. ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ വേറൊരാൾക്ക് ചെയ്യാനല്ലേ നമുക്ക് ബുദ്ധിമുട്ട്, നമുക്ക് വേണ്ടി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അത് ആലോചിക്കാം. ഓക്കെ, ഞാനും അതെ അങ്ങനെ തന്നെയാണ്. എനിക്ക് നമ്മള് ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഭയങ്കര ടയേർഡ് തോന്നും. അപ്പൊ മക്കളോടായാലും കുറച്ചു നേരം ഷൗട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. കാരണം പിന്നെ എന്നെ കൊണ്ട് എനിക്ക് പറ്റാണ്ടാവും. കാരണം ബോഡി ടയേർഡ്, മെന്റലി ടയേർഡ് ഒക്കെ ഇങ്ങനെ ആവുമ്പോ അപ്പൊ എന്തിനാ അതിന് നിക്കണേ, അപ്പൊ സൈലന്റ് ആയിട്ട് നിൽക്കുക. ആ ഒരു പ്രൊസീജിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ചില ആളുകൾക്ക് തലവേദന വരും, തലക്കന വരും, ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ആ ദിവസം പിന്നെ ദേഷ്യപ്പെടും. പിന്നെ ആ ദേഷ്യം ആ ഒരു ദിവസം പിന്നെ ഫുള്ള് ആ ഒരു ഇതിന്റെ രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ ഇതുകൊണ്ടാണ് ആങ്കർ മാനേജ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആങ്കർ എന്ന് പറയുന്നത് വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് നമ്മുടെ ഫാമിലിയും അതിന് ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ, അല്ലെ പാർട്ട്ണർ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ബെനിഫിറ്റ് ആയിരിക്കും മൊത്തത്തിൽ. ഇനി എന്തുകൊണ്ടാണ് ആങ്കർ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട്, അതായത് പുവർലി ആങ്കർ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ ലൈഫും അയാളുടെ ഫാമിലിയും എടുത്ത് നോക്കിയാൽ മതി. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഇതിപ്പോ വെരി റീസെന്റ്, ഇതിപ്പോ ഇന്ന് നടന്നൊരു കേസ്. ഫാദർ ഭയങ്കര ആങ്കറാണ്. ഫാദറിന് ആങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആള് ഒരു 29 വയസ്സുള്ള ഒരാളാണ്. അപ്പോ ആളുടെ റിലേഷൻഷിപ്പിലൊക്കെ ഫുള്ള് ഡിസ്റപ്റ്റഡ് ആണ്, ആളുടെ വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പില്. കാരണം ഈ ഒരു പാരന്റിങ്ങിന്റെ പല പല ഗുണങ്ങളും കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്, ഈ 29 വയസ്സുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ആള് പറഞ്ഞത്, വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിന്റെ കൊമ്പുകളൊക്കെ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് അത് കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ടേക്ക് വരുന്നവരെ അടിച്ച സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പാരന്റ് എന്നുള്ളത്. അത്രക്കും ഇന്റൻസീവ് ആയിട്ടുള്ള ആങ്കർ, റേജ് എന്നാ നമ്മൾ അതിനെ വിളിക്കുക. ആങ്കറും കടന്നൊരു വയലൻസിലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ റേജ് എന്നാ വിളിക്കുക അതിനെ. അപ്പൊ അങ്ങനെയുള്ള ആങ്കർ ഉണ്ടാവുമ്പോ അതിനെ സഫർ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു, ഒന്നാമത് നമ്മൾ സഫർ ചെയ്യും, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നല്ല രീതിയിൽ സഫർ ചെയ്യും. എസ്പെഷ്യലി പാരന്റ്സ് ആണെങ്കിൽ നമ്മുടെ മക്കൾ നല്ല രീതിയിൽ സഫർ ചെയ്യും. ആൻഡ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഹസ്ബൻഡും വൈഫും സഫർ ചെയ്യും. അപ്പോൾ റിലേഷൻഷിപ്പിൽ നല്ല പ്രോബ്ലം ഉണ്ടാവും. അത് ഞാൻ ആ കേസൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഒരുപാട് പറയാനുണ്ടാവും. ഈ സ്ട്രിക്റ്റ് ആയിട്ട് വളരുന്ന
ഇപ്പൊ കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഭയങ്കര പീപ്പിൾ പ്ലീസിങ് ആയിരിക്കും. ആ കുട്ടി സ്നേഹം കിട്ടാത്തതുകൊണ്ട് എവിടുന്നെങ്കിലും സ്നേഹം കിട്ടണം എന്നുള്ള രീതിയിലോട്ടൊക്കെ പോവാം. അതുകൊണ്ട് തന്നെ എപ്പോഴും സോറി പറയാ, ചെയ്യാത്ത തെറ്റിനാണെങ്കിലും സോറി പറയാ, ആരെന്ത് ചോദിച്ചാലും നോ പറയാനൊന്നും പറ്റില്ല. എല്ലാ കാര്യം കേൾക്കും, സമ്മതിക്കും. കാരണം ഞാനിതൊന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് സ്നേഹം കിട്ടില്ലല്ലോ, എനിക്ക് ഓൾറെഡി സ്നേഹം കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല, എവിടെയെങ്കിലും പറയാൻ അവസരം കിട്ടുമ്പോൾ ഞാനത് പറയാം. ഓക്കെ. അപ്പൊ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാവും, ഫാമിലിയിൽ തന്നെ പ്രശ്നമായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സ്, കൊളീഗ്സ്, എവിടെയും ഒരു ഫ്രണ്ട് സർക്കിൾ കുറയും. നല്ല ആംഗ്രീഷ് ഉള്ള ആളാണെങ്കിൽ, അത് പുറത്തോട്ടേക്ക് കാണിക്കുന്ന ആളാണെങ്കിൽ. കാരണം ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ഒരു കണക്ഷൻസ് കുറവായിരിക്കും ആളുകളുമായിട്ട്. ഓക്കെ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് BP എപ്പോഴും ഹൈ ആയിരിക്കും, ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും, ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, ഹെഡ് ഏക്ക്, ഇമ്മ്യൂണിറ്റി കുറയും. നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ, ഇറ്റ്സ് കോൾഡ് സ്ട്രെസ് ഹോർമോൺ. സ്ട്രെസ് ഹോർമോൺ ദേഷ്യം പിടിക്കുമ്പോൾ ഒരാളിൽ ഹൈ ആവും. സ്ട്രെസ് ഹോർമോൺ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയും. നമ്മുടെ ശരീരത്തെ ഈ WBC സെൽസ് ആണ്, വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് ഇമ്മ്യൂണിറ്റി തരുന്നത്. രോഗപ്രതിരോധ മാർഗം ഇയാളാണ്, ബ്ലഡിലുള്ള ഈ കണ്ടന്റ് ആണ് വരുന്നത്. അത് വീക്കനാക്കും. അത് വീക്കനാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലോട്ടേക്ക് ഒരു വൈറസോ അല്ലെങ്കിൽ ബാക്ടീരിയോ ഇൻഫെക്ഷനോ വരുമ്പോ പടവെട്ടുന്നത് ആരാ? ഈ WBC സെൽസാ, നോർമലി ഉള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത്. അതുണ്ടാവില്ല. കോർട്ടിസോൾ കൂടി കഴിഞ്ഞാൽ ഈ WBC സെൽസ് കുറയും, ശരീരത്തിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് കുറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ടേക്ക് ഒരു ബാക്ടീരിയ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് പറ്റില്ല. അങ്ങനെയാണ് അസുഖങ്ങൾ വരുന്നത്. ഇമ്മ്യൂണിറ്റി വീക്ക് ആകുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. അങ്ങനെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ശരീരത്തിൽ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ട് നിൽക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബോഡി റിയാക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇല്ല. ഉണ്ട്. ദേഷ്യം ഉണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പെട്ടെന്ന് പനി വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ടോ? പെട്ടെന്ന് അസുഖങ്ങൾ വരിക? എപ്പോഴും വിറക്കും. ടെൻസ്ഡ് ആവുന്നുണ്ടോ? ഞാനിപ്പോ നോർമലി സംസാരിക്കുമ്പോഴും കൂടി അത് വിറക്കുന്നുണ്ട്. ഇത് കുറച്ച് സംസാരിക്കാൻ കൂടി കഴിയില്ല. ആങ്ഷ്യസ് ആണോ? ആങ്ഷ്യസ് ആവുന്നാണോ? ദേഷ്യം വരും. എല്ലാവരോടും ദേഷ്യം വരും. പെട്ടെന്ന് ദേഷ്യം വരും. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിന് അത് ബാധിക്കും. ഓക്കെ, മൊത്തത്തിൽ ബാധിക്കും. താങ്ക് യു കേട്ടോ. പിന്നെ ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാവും. ചില ആളുകൾക്ക് റിഗ്രറ്റ് ആയിരിക്കും, ഗിൽറ്റ് ആയിരിക്കും. അയ്യോ ഞാനിതൊന്നും ചെയ്യണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യമായിരിക്കും ഉണ്ടാവും ദേഷ്യപ്പെട്ടിട്ട്. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. ദേഷ്യം പിടിക്കേണ്ട സമയത്ത് ദേഷ്യം പിടിച്ച് അങ്ങ് അറ്റം എത്തും, എന്നിട്ട് റിഗ്രറ്റ് ആയിരിക്കും. എന്നിട്ട് എപ്പോഴും വിചാരിക്കും ഞാൻ ദേഷ്യം പിടിക്കരുത്. പക്ഷെ ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല, വീണ്ടും ദേഷ്യം പിടിക്കും, എന്നിട്ട് വീണ്ടും കുറ്റബോധമായിരിക്കും. ഓക്കെ, ഇമോഷണൽ പ്രോബ്ലംസ് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പടവെട്ടുണ്ടാവും, ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത്. പിന്നെ ഹൈ ആവുന്ന സമയത്ത് ലീഗൽ ആൻഡ് സോഷ്യൽ കോൺസിക്വൻസസ് ഉണ്ടാവും അല്ലെ. നടു റോട്ടിൽ നിന്ന് രണ്ടാൾ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ലീഗൽ ട്രബിൾസ് ഉണ്ടാവും അല്ലെ. അഗ്രഷൻ വരുന്ന സമയത്ത് അങ്ങനെ സൊസൈറ്റിയിൽ ഐസൊലേഷന്. നല്ല ദേഷ്യം, ഹെവി ദേഷ്യമാണെങ്കിൽ ഇപ്പൊ പുറത്തു പോകുന്ന സമയത്താണെങ്കിലും അത് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലീഗലി ഉള്ള പോലീസ് കേസാവും. അങ്ങനെയുള്ള നമ്മൾ കുറെ കാണാറില്ലേ, ആന്റി സോഷ്യൽ ഉള്ള ആൾക്കാർ. ഇതൊക്കെ ആങ്കറിന്റെ ഒരു എക്സ്ട്രീമാണ് അല്ലെ. ഓക്കെ. പിന്നെ എന്താണ് ഒരു ഹെൽത്തി ആങ്കർ മാനേജ്മെന്റ്? ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഈ ഒരു ആങ്കറിനെ നമ്മൾ പിടിച്ചു വെക്കുന്ന അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്ന അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഇനി ഇതിൽ ആങ്കർ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാ എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ റിലേഷൻഷിപ്പ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, റിലേഷൻഷിപ്പ് ഭയങ്കര ഇമ്പ്രൂവ് ആവും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പൊതുവെ പാരന്റ്സിന്റെ കാര്യം ഇതിൽ പറയാറുള്ളത്. പാരന്റ്സിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ ഈ കുട്ടിയല്ല വലിയ ആളുടെ കാര്യം പറഞ്ഞില്ല, പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു എന്നുള്ളത്. അതേ പാരന്റ് വളരെ കാമായിട്ട് ആളുടെ ദേഷ്യമൊക്കെ പിടിച്ചു വെച്ച് നല്ല രീതിയിലാണ് കുട്ടിയുടെ അടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കായിരുന്നു?
അവര് കല്യാണം കഴിക്കുമ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ അത്? ഇത് ഞാൻ വേറൊരു കേസ് പറയാം. അതായത് ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, ആളുടെ പാരന്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഇതേ സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെയറും അഫെക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എപ്പോഴും പിന്നെ ക്രിറ്റിസിസ് ആയിരുന്നു, ചീത്ത വിളിക്കായിരുന്നു, ഭയങ്കര റൂൾസാ, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം. അപ്പൊ ആളുടെ മകൻ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ സെയിം കാര്യമാണ് പാരന്റ്സിന്റെ അടുത്ത് പഠിച്ചെടുത്തിട്ട് ആള് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന വർക്ക് ആൾക്ക് കൊടുത്തത്, എന്റെ പാരന്റ് ഇതല്ലാതെ എൻ്റെ അടുത്ത് പെരുമാറിയത് ഡിഫറെന്റ്ലി വേറെ ഏതൊക്കെ രീതിയിലായിരുന്നു പെരുമാറേണ്ടിയിരുന്നത്. അതായത് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് വേറെ എന്തൊക്കെയായിരുന്നു പറയേണ്ടിയിരുന്നത് എന്നുള്ളത് 3 ഹോംവർക്ക് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിക്ക ആളുകളും പറയുന്ന ആൻസർ സ്നേഹത്തോടെ പെരുമാറായിരുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി തരാമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പലരും എഴുതുക. അതായത് ആ പാരന്റിന് ഉണ്ടായ ദേഷ്യത്തെ ഡിഫറെന്റ് രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും അമ്മയും അല്ലെങ്കിൽ കുട്ടിയും അച്ഛനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. ഇപ്പൊ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി മക്കള് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നത് അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും, അതിലൊരു സംശയമില്ലല്ലോ നമുക്ക്. അപ്പൊ നമ്മളൊരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ ആങ്കർ ആണ് കുട്ടികളെടുത്ത് കാണിക്കുന്നതെങ്കിൽ കുട്ടികൾ മനസ്സിലാക്കി വെക്കുക, ഈ സിറ്റുവേഷനെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് അവർ പഠിച്ചു വെക്കുക. മനസ്സിലായോ? അതേസമയം നമ്മൾ എന്നിട്ട് അവരും ഇതേപോലെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ദേഷ്യപ്പെടും. കാരണം ഇങ്ങനെയാണല്ലോ ഒരു സിറ്റുവേഷനെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, പ്രതികരിക്കേണ്ടത്. അതേസമയം പാരന്റ് വളരെ കാമായിട്ട്, നീ അങ്ങനെയാണല്ലോ ചെയ്തത്, ഇങ്ങനെ എന്ന് വെച്ചാൽ വളരെ കാമായിട്ട് അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കാൻ, ഓക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്, അപ്പൊ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവരിങ്ങനെ ഡീൽ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോ പാരന്റ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഇമ്പ്രൂവ് ആക്കും. പിന്നെ നമ്മുടെ വെൽബീയിങ് കൂടും. നമ്മൾ വളരെ കാമായിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ആങ്കർ അവിടെ നിർത്തി, പിന്നെ നമ്മളത് ബാധിക്കുന്നില്ല. നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ദിവസം മാത്രമല്ല, ഈ ആങ്കറിന്റെ ഫ്രസ്ട്രേഷന്റെ കാര്യങ്ങൾ നെക്സ്റ്റ് 2 days വരെ നമ്മളെ വേറൊരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ ട്രിഗർ ചെയ്യിക്കും. ഓക്കെ, മനസ്സിലായോ? നമ്മുടെ വെൽബീയിങ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, സ്ട്രെസ് കുറയും, ഓവറോൾ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇംപ്രൂവ്ഡ് ആവും. ആൻഡ് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവും. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കും. അതായത് എനിക്ക് എപ്പോഴാണ് ദേഷ്യം വരുന്നത്, ഞാൻ എന്താ ചിന്തിക്കുന്നത്, ഞാനിപ്പോ എന്തിനാ ദേഷ്യപ്പെടുന്നത് ശരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അവയർനെസ് ഉണ്ടാവും, എമ്പതി ഉണ്ടാവും. ഓക്കെ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, അയാൾ ചിലപ്പോൾ ആ ഒരു രീതി കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ഞാനിപ്പോ ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇമോഷണൽ ഇന്റലിജൻസ്. സ്വന്തം ഇമോഷൻസിനെയും വേറൊരാളെ ഇമോഷനെയും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇമോഷണലി ഇന്റലിജന്റ് ആണെന്ന് പറയും. ഇന്റലിജൻസ് ശരിക്കും ബുദ്ധി എന്ന് നമ്മൾ പൊതുവെ പഠനത്തിലാണ് പറയുക, അക്കാദമിക് പെർഫോമൻസിലാണ് ബുദ്ധി പറയാം. അത് മാത്രമല്ല ബുദ്ധി, ഒരുപാട് ടൈപ്പ് ഓഫ് ബുദ്ധികളുണ്ട്, ഇന്റലിജൻസ് ഉണ്ട്. അതിലൊരു ഇന്റലിജൻസ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഓക്കെ, ആരോട് എന്തോ പറയാനുണ്ടോ? എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നൊരു മാറ്റം വന്നത് യോഗയിലൊക്കെ എനിക്ക് ട്രെയിനിങ് കയറിയപ്പം പെട്ടെന്ന് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു. ഇപ്പൊ ആൾക്കാരെന്നോട് ഇങ്ങോട്ട് നട്ടെല്ലുണ്ടോ എന്ത് കണ്ടു കഴിഞ്ഞാലും അധികം അങ്ങ് പ്രതികരിക്കുന്നില്ല. ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല. അവര് തട്ടിക്കയറുമ്പോ ഞാൻ ഇപ്പൊ പ്രതികരിക്കുന്നില്ല. ആ രീതിയിലേക്ക് മാറിപ്പോയി ഭയങ്കരമായിട്ട്. ഇപ്പൊ മാഡം പറഞ്ഞപ്പോഴാണ് അതെന്റെ ഇന്റലിജൻസ് ആയിരുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, ബിക്കോസ് യു ആർ ഇമോഷണലി ഇന്റലിജന്റ് ആണ്. ഓക്കെ, ശരിക്കും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേഷ്യത്തിന് മാത്രമല്ല നമുക്ക് പറയാൻ പറ്റുന്നത്. വി ഹാവ് അനദർ ഓപ്ഷൻസ് അല്ലെ? മിണ്ടാതെ യെസ് എക്സാക്ട്ലി. അപ്പൊ ഇപ്പൊ എന്താ തോന്നുന്നത്? സമാധാനം തോന്നുന്നുണ്ടോ? മൊത്തത്തില് ഒരു പീസ്ഫുൾ ആണോ ഇപ്പൊ തോന്നുന്നത്? ഭയങ്കര സമാധാനമാണ് തോന്നുന്നത്. വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇച്ചിരി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യാം. പക്ഷെ ഒരു സമാധാനപരമായിട്ട് അത് ഇടപെട്ട് എനിക്ക് അതിനെ കുറിച്ച് എക്സാക്ട്ലി. അത് നമ്മൾ വളരെ ബ്യൂട്ടിഫുള്ളി നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും നമ്മുടെ ലൈഫിന് അല്ലെ? നമ്മൾ ഭയങ്കര ഒരു സമാധാനപരമായിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ഉണ്ടാവുക. അത് ദിസ് ഇസ് കോൾഡ് ഇമോഷണൽ ഇന്റലിജൻസ്. അതായത് വേറൊരാളുടെ ഭാഗവും നമ്മൾ ചിന്തിക്കുന്നു, അതേസമയം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ വില കൊടുക്കുന്നുണ്ട്.
ഓക്കെ. അപ്പൊ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ആവും. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ആവും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ അത് പറയാം. അപ്പോൾ ഇതൊക്കെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഇന്റലിജന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഇന്റലിജൻസ് കുറവാണ് എന്നുള്ളത്. ഇമോഷൻസ് അതായത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലേ, ആങ്കർ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ. ഓക്കെ. ആങ്കർ എന്തുകൊണ്ടാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളത് കോസസ് ഉണ്ട് നമുക്ക് ആങ്കറിന്റെ. അത് പറയുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനൊന്ന് അനലൈസ് ചെയ്ത് നോക്കട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും, ചിലപ്പോൾ കിട്ടിയാലോ. ഓക്കെ. പിന്നെ ഇതില് ടൈപ്സ് ഓഫ് ആങ്കേഴ്സ് ഉണ്ട്. 4 ടൈപ്സ് ഓഫ് ആങ്കേഴ്സ് ആണ് ഉള്ളത്. പാസീവ് ആങ്കർ, അഗ്രസീവ് ആങ്കർ, അസർട്ടീവ് ആങ്കർ, ക്രോണിക് ആങ്കർ. ഇതിൽ ഞാൻ ഏത് ആങ്കറാന്നുള്ളത്, ഇതൊക്കെ ആങ്കേഴ്സ് ആട്ടോ. ഞാൻ ഇതിൽ ഏതാ ആങ്കർ എന്നുള്ളത് നിങ്ങൾ സ്വന്തം അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ആണ് പാസീവ. പേര് പോലെ തന്നെ ആ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നുണ്ടോ? ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്താ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കൊടുത്ത ഫോട്ടോയില് എക്സാക്ട്ലി. ആ ഷാഡോ പോലുള്ള ആള് എന്താണ്, ആളുടെ വിഷമവും ദേഷ്യമാണ് വരുന്നത്. ഓക്കെ. പക്ഷെ ആള് പുറമെ വളരെ കാമാണ്. ഇതന്നെയാണ് പാസീവ്. ഇൻഡയറക്ട്ലി ആണ് എക്സ്പ്രസ് ചെയ്യുക, ഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്യില്ല. അതായത് ചീത്ത വിളിക്കില്ല, മിണ്ടാതെ നിൽക്കും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അതായത് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും ഉണ്ടാവുക. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ മിണ്ടാതെ നിൽക്കും. പക്ഷെ ഇപ്പുറത്തുനിന്ന് എന്താണിത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിലപ്പോ പൊറുപൊറുക്കുന്നുണ്ടാവും. ചിലപ്പോ ഉള്ളിൽ തന്നെ സംഘർഷം ഉണ്ടാവും. എങ്ങനെയായിരുന്നു? ഓക്കെ. പക്ഷെ പുറമെ നമ്മള് സൈലന്റ് ആവും. പക്ഷെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും. അത് ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യാന്നാ പറയാ. ഓ അത്രയോ? നൈറ്റില് കംപ്ലീറ്റ് പല്ല് കടിക്കല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഡെന്റൽ ചെക്കപ്പ് നടത്തിയപ്പോഴാണ് പറഞ്ഞത് സ്ട്രെസ് കൂടിയിട്ടാണ് ഈ മൗത്ത് ക്യാപ്പ് ഇട്ടിട്ട് കിടക്കണം എന്ന് പറഞ്ഞു. അതിപ്പോ ഹാബിറ്റ് ആയി മാറി. പുറത്തേക്ക് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാത്ത കാരണം ഓക്കെ. കണ്ടോ എങ്ങനെയാ ഒരാളുടെ ഓരോ ഏരിയാസിനെയും നമ്മുടെ ഓരോ സ്റ്റൈല് ബാധിക്കുന്നതെന്നുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോ ഇൻഡയറക്ട്ലി നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്ട്ലി എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഒന്ന് സൈലന്റ് ട്രീറ്റ്മെന്റ്, നേരത്തെ പറഞ്ഞ പോലെ ഗ്രഡ്ജസ് ഹോൾഡ് ചെയ്യുക. അയാളുടെ അടുത്ത് ഒരു ദേഷ്യം ഉണ്ടാവും, പക്ഷെ നമ്മൾ അയാളുടെ അടുത്ത് നല്ലപോലെ ആയിട്ട് സംസാരിക്കുക. ഓക്കെ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്താ അറിയോ, ഇതില് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നമ്മൾ അത് പേടിയായിരിക്കും, പ്രശ്നം വരുന്നതിന് പേടിയായിരിക്കും. അത് ഡയറക്ട്ലി പേടി നമുക്ക് ഉണ്ടോന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചില ആളുകൾക്ക് പറ്റും, ചില ആളുകൾക്ക് ഉള്ളിൽ ഒരു പേടിയായിരിക്കും, ഞാനിപ്പോ സംസാരിച്ചിട്ട് ഇവിടെ ഒരു പ്രശ്നം വേണ്ട. എന്നിട്ട് നമ്മൾ എന്താ ഡയറക്ട്ലി ഇമോഷൻസ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റില്ല. പേടിയാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവുമല്ലോ, ഇനി അവരോട് സംസാരിക്കണം, ഇനിയിപ്പൊ അവരുടെ മുഖത്ത് എങ്ങനെയാ നോക്കുക. ഓക്കെ, എന്നാ പിന്നെ ഒന്നും മിണ്ടണ്ട എന്ന് വെച്ചാല് നമ്മുടെ ഉള്ളില് പ്രശ്നം ഉണ്ടാവും. ഉള്ളിൽ ഇങ്ങനെ തിങ്ങി പറയുന്നുണ്ടാവും, പക്ഷെ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നില്ല. ദിസ് ഇസ് പാസീവ് ആങ്കർ. ഇത് ആങ്കർ തന്നെയാണ്. ഇത് സമാധാനപരമല്ല, ആങ്കർ തന്നെയാണ്. ഇവിടെ ആർക്കാ കൂടുതൽ പ്രശ്നം? നമുക്കാ പ്രശ്നം. എങ്ങനെ? രണ്ടും പ്രശ്നം. പ്രകടിപ്പിക്കുന്നതും പ്രശ്നം, പാസീവും പ്രശ്നം. കുറച്ചൊക്കെ നമുക്കത് പെട്ടെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തീരും, കുറച്ചൊന്ന് പ്രകടിപ്പിച്ചാല്. അല്ല, രണ്ട് പ്രശ്നം. പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിനെ ബാധിക്കും. കപ്പിളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും ഇത് പ്രകടിപ്പിച്ചു കഴിയുമ്പോ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മനസ്സിൽ അത് ഉണ്ടാവും. തിങ്ങി നീങ്ങി ദേഷ്യം എപ്പോഴും കാണിക്കുന്ന ഒരാള് വല്ലപ്പോഴും ദേഷ്യപ്പെടുന്നൊന്നും ഇറ്റ്സ് ഓക്കെ.
ഇമോഷൻസ് അല്ലേ, മനുഷ്യന്മാരല്ലേ, ചിലപ്പൊക്കെ നമ്മൾ ദേഷ്യപ്പെടും. ആൻഡ് ദാറ്റ്സ് ഓക്കെ. എപ്പോഴും ദേഷ്യപ്പെടുമ്പോഴാണ് പ്രശ്നമുള്ളൂ. ഇത് നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ രക്തത്തിലാവുമ്പോഴാണ് നമ്മൾ പറയുന്ന പോലെ അവിടെ പ്രശ്നം വരുന്നുള്ളൂ. വല്ലപ്പോഴും നമ്മൾ ഒക്കേഷനലി ദേഷ്യപ്പെടുന്നത് കൊണ്ട് പ്രശ്നമില്ല. യൂസ് ദി ടേം ഒക്കേഷനലി. ഓക്കെ, എപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ അത് പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ഈ സൈലന്റ്, ഈ പാസീവ് ആങ്കറിൽ വരുന്ന വേറൊരു കാര്യമാണ് സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കുക. സർക്കാസ്റ്റിക് ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ബോസ് ഇന്നാള് നേരത്തെ വന്നിട്ടുണ്ട്, ഇന്നാള് നേരത്തെ വന്നിട്ടുണ്ട്, ഒരു 30 മിനിറ്റ് ലേറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയാ. ഓപ്പോസിറ്റ് പറയാ, അത് നല്ല ഇതിൽ പറയാ. അപ്പൊ ഇങ്ങനൊക്കെ പറയും, അതായത് നീ ചെയ്താല് ചിലപ്പോ നന്നാവും, നീ ചെയ്താലല്ലെങ്കിൽ ഒക്കെ നന്നാവും. ടോണ് മാറി, മനസ്സിലായോ? അതൊക്കെ സർക്കാസാണ്. ഓക്കെ, ഇതും പാസീവ് ആങ്കറാ. ഇത് കേൾക്കുമ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ ഫീൽ ചെയ്യാ? ഭയങ്കര നെഗറ്റീവാ ഫീൽ ചെയ്യാം. അത് എസ്പെഷ്യലി റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക്. ജിത്ത് പറഞ്ഞത് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരോട് ആങ്കർ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ആ സമയം റിലീസ് ചെയ്യാൻ പറ്റാത്ത ആങ്കർ വേറെ ആരോടെങ്കിലും എക്സ്പ്രസ് ചെയ്യും. ഈ വേറെ ആരുടെങ്കിലും എക്സ്പ്രസ് ചെയ്യുന്നതിന്റെ നിങ്ങൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ചിട്ടുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലേ? ഒരാളോടുള്ള ദേഷ്യം വേറൊരാളോട് തീർക്കുന്നത് അത് ഡിഫൻസാ. നിങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾ അഭിലാമിസ് പഠിപ്പിച്ചിട്ടുണ്ടാവല്ലോ ഡിഫൻസ് മെക്കാനിസം. അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ച്, ഇതാണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടേം. തോറ്റത് അങ്ങാടിയിലാണെങ്കിലും അമ്മയുടെ നെഞ്ചത്ത് കയറിയിട്ടാണ് വീട്ടിൽ ചെന്ന് തീർക്കാൻ. കാരണം അങ്ങാടിയിൽ അത് തീർക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, കാരണം അങ്ങാടി തീർത്ത് കഴിഞ്ഞാൽ കോൺസിക്വൻസസ് ഉണ്ടാവും. സേഫർ ആയിട്ടുള്ള സ്പേസിൽ തീർത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞപ്പോ ഞാൻ കണക്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ. ആൻഡ് സർക്കാസം, ഇതൊക്കെ പാസീവ് ആങ്കറാ. ഇതൊക്കെ ആങ്കർ തന്നെയാണ്. ഇത് പേടിയുള്ളത് കൊണ്ടാണ് പൊതുവെ ഡയറക്റ്റ് അവരുടെ അടുത്ത് സംസാരിക്കാനും ഡയറക്റ്റ് ഒരു പ്രശ്നം ഉണ്ടാക്കാനും പേടിയുള്ളത് കൊണ്ടാണ് ഈ ഒരു മെത്തഡ് അവർ യൂസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ ഹാം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരാൾ സൈലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് പറയാനുള്ളതൊക്കെ പറയാൻ പറ്റുമോ? ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ കണക്ട് ആവാൻ പറ്റില്ല. പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിലും, ഏത് അച്ഛനും മകളും തമ്മിലാണെങ്കിലും, അച്ഛനും മകനും തമ്മിലാണെങ്കിലും, അമ്മയും മകനും മകളും തമ്മിലാണെങ്കിലും ഒരു അടുപ്പം കുറവായിരിക്കും. കാരണം ഇവര് എപ്പോഴും മിണ്ടാതെ നിൽക്കും. ഓക്കെ, ഇതാണ് പാസീവ് ആങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ വരും. മിണ്ടാതെ നിന്ന് കഴിയുമ്പോ, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പല രീതിയിൽ ആ സിറ്റുവേഷനെ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോ ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാക്കാൻ പേടിയുള്ളത് കൊണ്ടായിരിക്കും സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവളൊന്നും മിണ്ടാത്തല്ല, അവനൊന്നും മിണ്ടാത്തതെന്നായിരിക്കും ചിലപ്പോ ഇപ്പുറം നിൽക്കുന്ന ആള് മനസ്സിലാക്കി വെക്കുന്നത്. മിസ്അണ്ടർസ്റ്റാൻഡിങ് വരും. ഓക്കെ, ഇതാണ് പാസീവ് ആങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്ന രണ്ടാമത്തെ ആളാണ് നമ്മുടെ അഗ്രസീവ് ആങ്കർ. അത് നമുക്കറിയാം, പേരിൽ തന്നെ ഉണ്ട്, അഗ്രഷൻ. അഗ്രഷൻ ഇൻ ദ സെൻസ് ദേഷ്യം പുറത്ത് കാണിക്കും. ഓപ്പൺ ഹോസ്റ്റിലിറ്റിയ, ഇപ്പൊ തുറന്നങ്ങോട്ട് പ്രകടിപ്പിക്കും എന്ന് പറയുമ്പോൾ അതിൽ വേർബൽ അബ്യൂസ് ഉണ്ടാകും. വായിട്ടൊക്കെ തെറി തോന്നിയവാസമൊക്കെ വിളിക്കും. ത്രട്ടനിങ് ചെയ്യും, പേടിപ്പെടുത്തും. ഫിസിക്കൽ വയലൻസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് പോലെ അടിക്കും, പിച്ചും മാന്തും എന്നൊക്കെ പറഞ്ഞ പോലെ കൈകിടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എറിയും. കുറച്ചുകൂടെ അഗ്രസീവ് ആയിരിക്കും ഉണ്ടാവുക. പുറത്തോട്ടൊക്കെ കാണും, എല്ലാവരും അറിയും ഇവര് ദേഷ്യപ്പെടുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ ബിഹേവിയറൽ സൈൻ എങ്ങനെയാ വരുന്നത്? ചീത്ത വിളിക്കും, യെല്ലിങ് ഉണ്ടാവും, അടിക്കും, ഹിറ്റിംഗ് ഉണ്ടാവും, സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ ത്രട്ടനിങ് ചെയ്യും. ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല, പുറത്തോട്ടേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കോൺസിക്വൻസസിനെ പറ്റി ചിന്തിക്കില്ല. ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ ഞാൻ അത്രയും കടുപ്പത്തിൽ പറയണ്ടായിരുന്നു എന്നുള്ളത് തോന്നും. ഇപ്പൊ അഗ്രസീവ് ആങ്കർ വരുന്ന സമയത്ത് അത് സ്വന്തം ബുദ്ധിമുട്ടാ, റിലേഷൻഷിപ്പിനൊക്കെ ഭയങ്കര എഫക്റ്റ് ചെയ്യും. കാരണം ചിലപ്പോ അപ്പൊ തോന്നിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയാം. നമ്മൾ വായി തോന്നിയ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയില്ലേ, കടുപ്പമുള്ള വാക്കുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. വേറെ കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത വാക്കുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും പാരന്റ്സ്, എല്ലാ റിലേഷൻഷിപ്പിലും അത് എഫക്ട് ചെയ്യും. ഓക്കെ, ഇതിന്റെ എഫക്ട് വരാന്ന് വെച്ചാൽ ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് വീക്ക് ആവും. റിലേഷൻഷിപ്പ് നല്ല
തകിടമാറാം റിലേഷൻഷിപ്പ്, ലീഗൽ ഇഷ്യൂസ് ഉണ്ടാവും, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും എക്സ്ട്രീം ആയിട്ട് പോകുന്ന ആൾക്കാർക്ക്. ഓക്കെ, ഇതൊക്കെയാണ് അഗ്രസീവ് ആങ്കറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് അല്ല, മൂന്നാമത് വരുന്ന ഒരാളാണ് അസേർട്ടീവ് ആങ്കർ. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആങ്കറാണ് അസേർട്ടീവ് ആങ്കർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അസേർട്ടീവ് ആയിരിക്കുക, കേട്ടിട്ടുണ്ടോ അത്? അസേർട്ടീവ് ആയിരിക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അസേർട്ടീവ് ആയിരിക്കുക എന്നുള്ളത് നമ്മുടെ ആങ്കർ അവിടെ ഉണ്ട്. ആ ആങ്കറിനെ നമ്മൾ ഹെൽത്തിയർ വേയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. ഹെൽത്തിയർ വേയിൽ എന്ന് വെച്ചാൽ മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഇല്ല, കാരണം മിണ്ടാതെ നിന്ന പ്രശ്നം. എന്ന് വെച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ഇല്ല. ഇതിന്റെ രണ്ടിന്റെ നടുവിലൊരു ആളില്ലേ, അയാളാണ് അസേർട്ടീവ്. എക്സ്പ്രസ് ആങ്കർ എന്നുള്ള വികാരത്തെ നമ്മൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഡീൽ ചെയ്യുന്നു. അതിന്റെ ബിഹേവിയറൽ സൈൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി നമുക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും വളരെ കാം ആയിരിക്കും, ഹോണസ്റ്റ് ആയിരിക്കും, റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. പാസീവ് ആണെങ്കിൽ റെസ്പെക്ട് ഇല്ല. നീ നേരത്തെ വന്നു, 30 മിനിറ്റ് അല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ റെസ്പെക്ട് ഇല്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. ദേഷ്യപ്പെടുന്ന സമയത്താണെങ്കിൽ നമ്മൾ അയാളെ വിളിക്കേണ്ടതൊക്കെ വിളിക്കും, അവിടെയും റെസ്പെക്ട് ഇല്ല. വോയിസ് ഒക്കെ ഭയങ്കര ഹൈ ആയിരിക്കും, ടോണൊക്കെ മാറും. ഈ റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കാമായിട്ടായിരിക്കും അവരുടെ അടുത്ത് സംസാരിക്കുക. ഓക്കെ, അതായത് നമ്മളവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരാളെ ബ്ലെയിം ചെയ്യുന്നതായിരിക്കില്ല നമ്മൾ അവിടെ ചെയ്യുക. രണ്ടും ഡിഫറെന്റ് ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ പറയുകയാണെങ്കിൽ ലേറ്റ് ആയിട്ട് വരുന്ന ഹസ്ബൻഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എടുക്കാട്ടോ. അപ്പൊ ലേറ്റ് ആയിട്ട് വന്ന ഹസ്ബൻഡ് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുമ്പോൾ വൈഫിന് പ്രശ്നം, എന്നിട്ട് വൈഫ് എപ്പോഴും ദേഷ്യപ്പെടും. ഓക്കെ, അപ്പൊ വൈഫ് 2 രീതിയിലുണ്ട്. ഇപ്പൊ 3 രീതി ഞാൻ പറഞ്ഞുതരാം. വൈഫ് ഇപ്പൊ പാസീവ് ആയിട്ടുള്ള വൈഫാണെങ്കിൽ നിങ്ങൾ ഒന്ന് നേരത്തെ ആണല്ലോ എത്തിയത്, ഇന്ന് അധികം ഒന്നും ലേറ്റ് ആയില്ല, സാധാരണ 1 മണിക്കൂറല്ലേ ലേറ്റ് ആവാറ്, ഇതൊരു അരമണിക്കൂറല്ലേ ലേറ്റ് ആയിട്ടുള്ളൂ, അത്ര വലിയ ലേറ്റ് ഒന്നും അല്ലല്ലോ എന്ന് പറയും. അല്ലെങ്കിൽ മിണ്ടാതെ ഹസ്ബൻഡിന് വാതിൽ തുറന്നു കൊടുക്കും, മിണ്ടാതെ നിൽക്കും, എന്നിട്ട് 2-3 ദിവസം സംസാരിക്കില്ല. ദിസ് ഇസ് പാസീവ് ആങ്കർ. ഓക്കെ, ഇനി അഗ്രസീവ് ആണെങ്കിൽ വാതിൽ തുറന്ന ഉടനെ പൈപ്പ് തുറന്നിട്ട പോലെ ആയിരിക്കും ഉണ്ടാവാം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾക്ക് എന്താ എന്നെ ഒരു വിലയും ഇല്ല, എന്താ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ എത്ര നേരം നിങ്ങളെ കാത്തു നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ചിലപ്പോ ഒരു 5-6 വർഷം മുമ്പുള്ളത് വരെ എത്തും. ഈ 5-6 വർഷം മുമ്പുള്ളത് വരെ എത്തും എന്നുള്ളത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ. ഞാനൊരു വർക്ക്ഷോപ്പ് ചെയ്ത സമയത്ത് ഞാൻ ഇവരെ ഗ്രൂപ്പാക്കിയിട്ട് തിരിച്ചിട്ട് ഈ 3 പാറ്റേണും ഞാൻ അവർക്ക് കൊടുത്തു. സെയിം ഞാനിപ്പോ പറഞ്ഞ ഈ ഹസ്ബൻഡ് ലേറ്റ് ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ് കൊടുത്തത്. അപ്പൊ ഈ അഗ്രസീവ് ആങ്കർ ഉള്ള ആളുകള് പറഞ്ഞ് അവര്, അതായത് ആള് പറഞ്ഞ ആളുടെ ലൈഫ് നമ്മുടെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുക. അവര് പറഞ്ഞപ്പോ ശരിക്കും ഒരു 5-6 വർഷം മുമ്പുള്ള പ്രശ്നം വരെ അതിലോട്ടേക്ക് കൊണ്ടുവന്നു. കറക്റ്റ് ക്ലിയർ എവിഡന്റ് ആയിരുന്നു. നോർമലി നമ്മൾ സംസാരിക്കുന്ന അവിടെ വരെ എത്തും. ഓക്കെ, അതാണ് ആങ്കറിന്റെ ഒരു അഗ്രസീവ് ആങ്കറിന്റെ ഒരു പ്രത്യേകത. ഇനി അസേർട്ടീവ് ആയിട്ടുള്ള ആങ്കർ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യാം? അതായത് നമുക്ക് നമ്മുടെ ടോണൊക്കെ വളരെ കാമായിരിക്കും, നമുക്ക് അവരെ മനസ്സിലാക്കണം, അതേസമയം നമ്മുടെ സെൽഫിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അസേർട്ടീവ് ആയിട്ടുള്ള വൈഫാണെങ്കിൽ വൈഫ് പൊതുവെ പറയാം, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നമുക്കൊന്ന് കുറച്ച് ഇരുന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും ഇങ്ങനെ. എന്നിട്ട് ആളുടെ കൈയൊക്കെ ഹോൾഡ് ചെയ്തിട്ട് പിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാ, നിങ്ങൾക്ക് വർക്കിൽ ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് പോകുന്നുണ്ടാവും, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ കാര്യം, പക്ഷെ നിങ്ങൾ ലേറ്റ് ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര അത് നിങ്ങളുമായിട്ടുള്ള ടൈമാണ് എനിക്ക് കുറയുന്നത്, ഞാൻ ഭയങ്കര ഹേർട്ട് ആവുന്നുണ്ട്, എനിക്ക് ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ട് തോന്നുന്നുണ്ട്, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് നമുക്കിതൊന്ന് ഡീൽ ചെയ്യാൻ പറ്റുക, എന്തൊക്കെ ചെയ്താലാണ് നമുക്കിതൊന്ന് ഓക്കെ ആക്കാൻ പറ്റുക എന്നുള്ള കാര്യം ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ട്രിഗർ ആവില്ല. അതേസമയം നമ്മൾ നമ്മുടെ ഇമോഷൻസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് ദി കോമൺ ഗ്രൗണ്ട്. ഇതാണ് അസേർട്ടീവ് ആവാന്ന് പറയുന്നത്. ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ ഹോൾ ലൈഫിൽ ഇതിന്റെ ബെനിഫിറ്റ് കാണും. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇത് വർക്ക് ചെയ്യുമ്പോൾ, ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും, നമുക്കൊരു മനസ്സമാധാനമായിരിക്കും. അതേസമയം വേറൊരാൾക്ക് നോ പറയാനോ നമ്മളെ ചീത്ത വിളിക്കാനോ അവരെ നമ്മളെ ട്രിഗർ ചെയ്യിക്കുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയും ചെയ്യും, അതേസമയം നമുക്ക് സമാധാനം ഉണ്ടാവും. ബെനിഫിറ്റ്സ് കൂടുതൽ അസേർട്ടീവ് ആങ്കറിലാണ്. പക്ഷെ ഇതും ആങ്കർ തന്നെയാണ്, പക്ഷെ അസേർട്ടീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
സോ ദിസ് ഇസ് അസർട്ടീവ് ആങ്കർ. വേറൊരാളെ ഹേർട്ട് ചെയ്യാതെ, അതേസമയം നമ്മുടെ ഇമോഷൻസിനെ സപ്രസ് ചെയ്യാതെ നമ്മൾ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഈ വേയിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ എഫക്റ്റ് വരുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ഭയങ്കര സ്ട്രെങ്തൻ ആവും. ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കതിന്റെ ഒരു സുഖം ശരിക്കും അനുഭവിച്ചാൽ നമുക്കത് മനസ്സിലാവും. സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും നമുക്ക്. ഓക്കെ, പാസീവായി നിൽക്കുമ്പോൾ ആ സെൽഫ് റെസ്പെക്ട് ഇല്ല, പക്ഷെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഭയങ്കര സെൽഫ് റെസ്പെക്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ വളരെ ബ്യൂട്ടിഫുള്ളി മനോഹരമായിട്ടായിരിക്കും നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. സോ ദിസ് ഇസ് ബേസിക്കലി അസർട്ടീവ് ആങ്കർ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയ ആൾക്കാരുണ്ടോ? ഉണ്ടോ? കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉണ്ട്, ആരോൺ ഉണ്ട്. ഓക്കെ, നിങ്ങൾ പാസീവോ അഗ്രസീവോ ആണെങ്കിൽ പ്ലീസ് ട്രാൻസ്ഫോം യുവർ ആങ്കർ ഇൻ ടു അസർട്ടീവ്. അസർട്ടീവിലോട്ടേക്ക് മാറാം. ആൻഡ് ഉണ്ടല്ലേ, മഞ്ജു ഉണ്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അസർട്ടീവ് ആങ്കർ അല്ലെങ്കിൽ അസർട്ടീവ് ആയിരിക്കുക എന്ന് പറയുന്നത് ഒരാൾ ജനിച്ച ഉടനെ കിട്ടുന്ന കാര്യമല്ല കേട്ടോ. ഇറ്റ് ടേക്സ് എ ലോട്ട്സ് ഓഫ് എഫേർട്ട്. നമുക്ക് ശരിക്കും എഫേർട്ട് എടുക്കണം. ഈ എഫേർട്ട് എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ എഫേർട്ട് തന്നെ എടുത്തോളൂ. അത് തനിയെ നാച്ചുറലി വരുന്നൊരു കാര്യമല്ല, അത് മനസ്സിലാക്കണേ. നാച്ചുറലി വരുന്ന കാര്യമല്ല ഇതൊന്നും. നമ്മൾ എഫേർട്ട് എടുക്കണം. നമ്മൾ എഫേർട്ട് എടുത്തിട്ട് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ അസർട്ടീവ് ആങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അങ്ങനെ ചേഞ്ച് ആക്കിയതാണ്. മഞ്ജു, ഗുഡ് ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ലൈഫിൽ എങ്ങനെയാ അത് പിന്നെ മാറ്റം വന്നത്? ഓക്കെ, ജിത്തു അഗ്രസീവ് ആണ് സംടൈംസ്. അങ്ങനെയും മാറിയതാണ്. ഓക്കെ ഓക്കെ, മഞ്ജു എങ്ങനെയാണ്? ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. കാലം കഴിയുന്നതിന് നമുക്കത് നമ്മളെ പ്രായോഗിക ബുദ്ധി കൊണ്ട് നമ്മളത് മനസ്സിലാക്കി ഒരുപാട് സമയം എടുക്കും അല്ലേ? പക്ഷെ അത്രയും സമയം നമുക്ക് എടുക്കണമെന്നില്ല. ചിലപ്പോ അത് നമുക്ക് ആ ഒരു നോളജ് ഇല്ലാത്തോണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ആ നോളജ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നോളജ് നിങ്ങൾ വേറൊരാൾക്ക് പകർന്നു കൊടുക്കുക. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ഇതൊക്കെ ഓരോ സ്കില്ലുകളാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലാണ്. പക്ഷെങ്കിൽ നമ്മളെ വയസ്സിന്റെ പ്രായമുള്ളവര് എത്ര അനുഭവം ഉണ്ടായിട്ടും എത്ര കളിച്ചിട്ടും അവരെ പിന്നെയും അവര് അഗ്രസീവായിട്ട് അങ്ങനെ സ്വഭാവം കൊണ്ടുനടക്കുന്ന ആളെ കാണുമ്പോൾ സങ്കടം തോന്നും ശരിക്കും. ഇവരെന്താ ഇങ്ങനെയാണെന്ന് നമുക്ക് സങ്കടം തോന്നും. നമുക്കത് പറയുമ്പോ അവര് തൊട്ടപ്പുറത്തെ ടൈപ്പ് സ്വഭാവം ഇട്ടവര്. ആങ്കർ മാത്രമായിരിക്കില്ല, ചിലപ്പോ പല പേഴ്സണാലിറ്റിയിൽ ഡീവിയേഷൻ ഉണ്ടാവും. ചിലപ്പം ഡിപ്രഷനുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ദേഷ്യമായിരിക്കും. മറ്റ് പല രോഗാവസ്ഥകള്, മെന്റൽ ഡിസോർഡേഴ്സ് കാരണം ദേഷ്യപ്പെടുന്നവരുമുണ്ട്. അപ്പൊ അത് കണ്ടുപിടിച്ചാൽ ടൈപ്പ് ആൾക്കാർ പോലും ഉണ്ട്. നമ്മള് ഇടപെടുന്ന ആൾക്കാർക്ക് ടൈപ്പ് ആൾക്കാർ പോലും ഉണ്ട്. നമ്മള് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളത് നല്ല രീതിയില് എല്ലാരും ഇടയില് ലിസ്റ്റപ്പ് വരാതെ രീതിയിൽ എല്ലാരെയും പുറത്തിണക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്റെ സ്റ്റാഫ് പാറ്റേൺ. അപ്പൊ നല്ല രീതിയിൽ തന്നെ അങ്ങനെ സാധിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആരോണ് പറഞ്ഞു ജോലിക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഗുഡ്. മഞ്ജു ആയിരുന്നു ചേഞ്ച് ആക്കിയതാണ് എന്ന് പറഞ്ഞു. ചേഞ്ച് ആക്കിയപ്പോ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയോ? യെസ്, ബെനിഫിറ്റ് കിട്ടി. ഓക്കെ, കൃഷ്ണജ എന്തേ പറയാൻ വന്നോ? ഞാനും ഇപ്പൊ അങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ തന്നെയാകുമ്പോ അങ്ങനെ ആദ്യം പാസീവായിരുന്നു. അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമല്ലോ. അപ്പൊ ദേഷ്യം ഉണ്ടാക്കലൊരു ടൈമിലാണ്. പിന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും പറ്റില്ലല്ലോ. അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോസറ്റീവ് ആവാന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് നമ്മൾ അങ്ങനെയല്ല. പക്ഷെ അസർട്ടീവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് അക്സെപ്റ്റൻസ് കൂടും. നമ്മൾ കുറച്ചുകൂടെ ആരോൺ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കാനും കുറച്ചുകൂടെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലോട്ടൊക്കെ നമ്മൾ പോകട്ടോ. അത് നമ്മളത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ചിലതൊരു വെച്ചുള്ള പാർട്ട്ണർമാരുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കാണ്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് ഉണ്ടാവും.
ഫാമിലിയിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് മഞ്ജു. യെസ്, ഫാമിലിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പറ്റും. ഓക്കെ. സോ പിന്നെ നമ്മുടെ ടൈം കഴിഞ്ഞു. പ്രൊവോക്ഡ് ആവുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് ഈ അസേർട്ടീവ് ആവാന്ന് പറയുന്നത് എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ. എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ടോണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട്. നമ്മുടെ ടോണ്, നമ്മുടെ നോട്ടം, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. ഇപ്പൊ ഒരാൾ പറയാം എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങളടുത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എന്നാ ഓക്കെ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആങ്കർ തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അപ്പൊ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. മിററിന്റെ മുന്നിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതി അല്ലാതെ വേറെ ഏത് രീതിയിലൊക്കെ ആയിരുന്നു എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റുക എന്നുള്ളത് ചിന്തിക്കുക. എന്നിട്ട് പതിയെ അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നോക്ക്. അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ തന്നെ അറിഞ്ഞു തുടങ്ങും. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റുള്ളവർക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആങ്കറിന്റെ തന്നെ ഒരു ക്രോണിക് ആങ്കർ കൂടെ ഉണ്ട്. ആങ്കറിന്റെ കോഴ്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചെയ്യാം. ഞാൻ PPT ഷെയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിപ്രഷനും ആങ്കറും ഞാൻ ഒരു PPTയിലാക്കിയിട്ടാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ അത് ഒപ്പം ഒരുമിച്ച് ഷെയർ ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ഡിപ്രഷൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യണോ? എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? രണ്ടും ഒരു PPT ആയതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ PPT ഷെയർ ചെയ്യാതെ വന്നത്. ഒരുമിച്ച് മതി. ഓക്കെ. ഞാൻ ഒരുമിച്ച് തരാം. നെക്സ്റ്റ് തൊട്ടിട്ട് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് തരാം കേട്ടോ. ഓക്കെ. അപ്പൊ ഗുഡ് നൈറ്റ് ഓൾ. മാറിപ്പോയതാണ്. ആങ്കറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ക്രോണിക് ആങ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ക്രോണിക് ആങ്കർ ഡിസ്കസ് ചെയ്തിട്ടില്ല പറഞ്ഞത്. ഓക്കെ. അപ്പോ 3 ടൈപ്പ് ഓഫ് ആങ്കർ നമ്മൾ പഠിച്ചു. പാസീവ് പഠിച്ചു, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പഠിച്ചു, അഗ്രസീവ് പൊട്ടിത്തെറിക്കുന്ന പഠിച്ചു, അസേർട്ടീവ് വളരെ മാന്യമായിട്ട് സംസാരിക്കുന്നതും പഠിച്ചു അല്ലേ. ഇത് 3 പഠിച്ചു. ഇനി 4ാമത്തെ ആങ്കറാണ് ക്രോണിക് ആങ്കർ. ഓക്കെ. പൊതുവെ ആങ്കർ പറയുന്ന സമയത്ത് 3 ടൈപ്പാണ് പറയാറ്. പക്ഷേ ഇതും നമ്മുടെ ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയത്. ഇത് ക്രോണിക്കിൻ്റെ മീനിങ് വരുന്നത് എന്താ, അതായത് കുറച്ച് കാലം നിലനിൽക്കുന്നത്. അതാണ് ക്രോണിക് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, കുറേ കാലം ഉണ്ടാവും. അത് അതേപോലെ തന്നെ പേരിലുള്ള പോലെ തന്നെ ഈ ആങ്കറും കുറേ കാലം ഉണ്ടാവും. എന്ന് വെച്ചാൽ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആങ്കർ ആയിരിക്കും, ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ആങ്കർ ആയിരിക്കും. ചിലപ്പോൾ അത് ആഴ്ചകളോളം, മാസങ്ങളോളം, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വർഷങ്ങളോളം. ചില ആൾക്കാരെ കാണാറില്ലേ, ഒരാളായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ വർഷങ്ങളോളം കഴിഞ്ഞാലും ആ ഒരു ദേഷ്യം മനസ്സിൽ നിന്ന് പോവില്ല. ആ ഒരു ദേഷ്യവും കേരി ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദിസ് ഈസ് എക്സാക്ട്ലി കോൾഡ് ക്രോണിക് ആങ്കർ. ഓക്കെ. അപ്പോൾ ഈ ക്രോണിക് ആങ്കറിൻ്റെ ഒരു ബിഹേവിയറൽ സൈൻ പറയുന്ന സമയത്ത് എപ്പോഴും ഫ്രസ്ട്രേഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഒരാളുമായിട്ട് അടിയുണ്ടാക്കി, ആ വ്യക്തിയെ കാണുമ്പോൾ എപ്പോഴും പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണാതെ നിൽക്കും, അയാളായിട്ട് സംസാരിക്കാതെ നിൽക്കും. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രസ്ട്രേഷനായിരിക്കും ഉണ്ടാവുക. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റിലുള്ള ഇഷ്യൂസിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് മാറി, ഓക്കെ ഇത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ ആർക്ക് പറ്റില്ല? ഈ ക്രോണിക് ആങ്കർ ഉള്ള ആളുകൾക്ക് പറ്റില്ല. അതാണ് ലെറ്റിംഗ് ഗോ ഓഫ് പാസ്റ്റ് ഇഷ്യൂസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതിൻ്റെ റൂട്ട് കോസസ് നമ്മൾ പറയുന്ന സമയത്ത് പലപ്പോഴും ഒരു പാസ്റ്റ് ട്രോമയിലോട്ടേക്കാണ് പോവുക ക്രോണിക് ആങ്കർ. ഈ ട്രോമ എന്ന് പറയുമ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഈ നാർസിസ്റ്റുകൾ ഇതുപോലെ അവർക്ക് മാസങ്ങളോളം അല്ലെ ആഴ്ചകളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവും. ഈ ഒട്ടുമിക്ക നാർസിസ്റ്റുകളുടെയും ചൈൽഡ്ഹുഡ് അത്ര വലിയ നല്ലതായിരിക്കില്ല. ചൈൽഡ്ഹുഡ് ഡിസ്റപ്റ്റഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ചിലപ്പോൾ അവർ ക്യാരി ചെയ്ത ട്രോമയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആകാം, അല്ലെങ്കിൽ അവർ ലേൺ ചെയ്ത ബിഹേവിയർ ആകാം. ഓക്കെ. ലേൺ ചെയ്ത ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവർ ലൈഫിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നിന്ന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെടുത്ത് മിണ്ടാതെ നിന്നാലാണ് പ്രശ്നം തീരുക എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടാവും.
അല്ലെങ്കിൽ ഒരാളടുത്ത് ദേഷ്യപ്പെട്ടിട്ടാണ് ഈ ഒരു സിറ്റുവേഷനെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ച ആൾക്കാർ മിക്കപ്പോഴും ചൈൽഡ്ഹുഡിൽ നിന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഒട്ടുമിക്ക കാര്യങ്ങളിലും അങ്ങനെയാണ് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടായിരിക്കും, ക്രോണിക് ആങ്കർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ ഒരു കേസ്, ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു. അതായത് ഒരു പാരൻറ്റിൻ്റെ ഒരു പാരൻറ്റ്, ഈ പാരൻറ്റിൻ്റെ ചൈൽഡ്ഹുഡ് അത്ര നല്ലതായിരുന്നില്ല. നല്ലതെന്ന് വെച്ചാൽ ആളുടെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ്റ്റേക്ക് ചെയ്താലൊക്കെ പറയും. ഭയങ്കര ആങ്കർ ഇഷ്യൂ ഉള്ള ഫാദറായിരുന്നു. അതേ ആങ്കറാണ് ഈ കുട്ടി ഒരു പാരൻ്റായി ആളുടെ കുട്ടിയുടെ അടുത്ത് കേൾക്കുന്നത്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, നസീഹ ഒന്ന് നോക്കി നോക്കിട്ടോ, നെറ്റ്വർക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ അമ്മക്കറിയാം ഞാൻ എൻ്റെ കുട്ടിയെ വെറുതെ എന്ന് വെച്ചാൽ വടിയൊക്കെ വെക്കും ഓൾറെഡി വീട്ടിൽ. ഇപ്പം അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ വടി വെക്കും, അടിക്കുക, നമ്മൾ പറയൂലേ ചീരോ പറങ്കി എന്നാ പറയുക അതിനെ, മുളക് കൊണ്ട് കണ്ണ് എഴുതുക അല്ലേ, അങ്ങനെയുള്ള അത്രയും എന്താ പറയുക കുറച്ച് അഗ്രസീവായിട്ട് പോവായിരുന്നു പണ്ടുള്ള ഒരു ഇത്. ഇപ്പം അങ്ങനെ ഇല്ല അല്ലേ. പക്ഷെ ഈ ആൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അൺകോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. വടി വീട്ടിൽ വെക്കും, പേടിപ്പിക്കാൻ വേണ്ടി മാത്രമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ അടിച്ച് കാലിൽ നിന്ന് ചോര വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ കുട്ടിയും വളരെ വളരെ കരഞ്ഞ് ഈ അമ്മയുടെ അടുത്ത് പറയാൻ തുടങ്ങി, അമ്മയ്ക്ക് എൻ്റെ അടുത്ത് സ്നേഹമില്ല, നോക്ക് എൻ്റെ കാല് നോക്കൊരു വൃത്തിയുമില്ല, അമ്മ അടിച്ചടിച്ചടിച്ച് കലകൾ വന്നു തുടങ്ങി. ഇങ്ങനെയൊക്കെ കുട്ടി ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞപ്പോഴാണ് ഈ അമ്മ അവെയർ ആവുന്നത്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കുട്ടിക്ക് എന്താ കൊടുക്കുന്നത്, ഞാൻ അനുഭവിച്ച അതേ കാര്യം തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ അമ്മക്ക്. ഈ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? അത് ചൈൽഡ്ഹുഡിൽ നിന്ന് ലേൺ ചെയ്തതാണ്. അച്ഛൻ്റെ അതേ ബിഹേവിയറൽ പാറ്റേൺ മോഡലിങ് ചെയ്തു, ലേൺ ചെയ്തു. അത് അൺകോൺഷ്യസ്ലി വരുന്നതാണ്, അത് കോൺഷ്യസ്ലി പോലും ആൾ അറിയുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു റൂട്ട് കോസ് ആകാം പല ആളുകൾക്കും. പിന്നെ ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്ന സമയത്ത് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും, ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും. ഓൾറെഡി നീ പറഞ്ഞു ഫിസിക്കലി എങ്ങനെയാണ് അത് ബാധിക്കുക എന്ന് പറഞ്ഞു. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, സ്ട്രെസ്സ് നന്നായിട്ടുണ്ടാകും. ഈ അമ്മയുടെ ദേഷ്യം കുറയ്ക്കണമെന്നുണ്ട്, പക്ഷെ അത് പറ്റുന്നില്ല. മനസ്സിലായോ? അത് ഈ ട്രോമ കാരണമാണ് പറ്റാത്തത്. ഇയാൾക്ക് അവയർനെസ് ഉണ്ട്, ഞാൻ ഈ ചെയ്യുന്ന 100% തെറ്റാണെന്ന് അവയർനെസ് ഉണ്ടായിട്ടും പറ്റുന്നില്ല. സ്ട്രെസ് ഉണ്ടാവുക, കുട്ടി കരയുമ്പോൾ അമ്മയും കരയും, ഞാനിനി അങ്ങനെ ചെയ്യില്ല എന്ന് കുട്ടിയുടെ അടുത്ത് മാപ്പ് പറയും അമ്മ. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് കയ്യിൽ നിൽക്കുന്നില്ല, കൺട്രോൾ പോകുന്നു, വീണ്ടും അടിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മോപ്പില്ലേ വടിയില്ല, അതുകൊണ്ടൊക്കെ അടിക്കും, അങ്ങനെ അടിക്കും. നോർമലി നമ്മൾ കൈ കൊണ്ട് ഇടാന്ന് പറഞ്ഞാൽ അടിക്കുന്ന അടിയല്ല. ഓക്കെ, ആങ്സൈറ്റി ഉണ്ടാക്കും, BP മാറ്റം ഉണ്ടാകും, BP കൂടും. ഓക്കെ, ഇതൊക്കെ ഈ ക്രോണിക് ആങ്കറിൻ്റെ ഇതിൽ പെട്ടതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോസസ് പറയുന്ന സമയത്ത് ബേസിക്കലി നമുക്ക് 4 കോസസാണ് ബേസിക്കലി പറയുന്നത്. ഒന്നാമത്തത് എക്സ്റ്റേണൽ കോസാണ്, ഇൻറ്റേർണൽ കോസും ഉണ്ട്. ഈ എക്സ്റ്റേണൽ കോസ് എന്ന് പറയുമ്പോൾ പുറമേ നിന്നുള്ള പല കാരണങ്ങളും ആയിരിക്കും. അത് ഇൻസിഡൻ്റ് ആകാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറൊരാൾ നമ്മളെ പറഞ്ഞതോ, പുറത്തു നിന്നുള്ള എന്തും എക്സ്റ്റേണൽ പേരിൽ തന്നെ ഇല്ലേ, പുറത്തു നിന്നുള്ള കാരണങ്ങൾ. എന്തൊക്കെയായി പുറത്തു നിന്നുള്ള കാരണങ്ങൾ? ഫ്രസ്ട്രേഷൻ. എന്തിനൊക്കെയാണ് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാം? നമുക്കൊരാഗ്രഹം സാധിക്കാൻ വിചാരിച്ചത് കിട്ടിയില്ല, നമ്മളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ നിന്നും ആ ജോലി കിട്ടിയില്ല, നമ്മളൊരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടേ നിന്നും അത് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് ഇന്നൊരു അച്ചീവ്മെൻറ്റ് വേണമെന്ന് നമ്മൾ ഒരാഗ്രഹമുണ്ട്, നമുക്ക് അതിയായ ആഗ്രഹം, അത് സാധിച്ചില്ല, അത് ബ്ലോക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രസ്ട്രേഷൻ ഉണ്ടാവുന്നു. ഓക്കെ, ഇതൊരു റീസണാണ്. പിന്നെ ഡിസ്റെസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ വീടുകളിൽ നിന്നോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ നമ്മളൊരാളെ അപമാനിക്കുക, നമ്മളൊരാളെ ഒഴിവാക്കുക അല്ലേ. അപ്പോൾ ഡിസ്റെസ്പെക്റ്റുള്ള റിലേഷൻഷിപ്പിൽ ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാവും. ടോക്സിക് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇൻസൾട്ട് ചെയ്തുകൊണ്ടേ നിൽക്കും, ചീത്ത വിളിച്ചുകൊണ്ടേ നിൽക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേ നിൽക്കും, നിന്നെ കൊണ്ട് എന്തിനെങ്കിലും പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് എഗെയിൻ ആങ്കർ ഉണ്ടാകാം. പിന്നെ വരുന്നത് ഇൻജസ്റ്റിസാണ് വരുന്നത്. ഇൻജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നീതി ഇല്ലാത്തൊരവസ്ഥ വരിക, അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതിൽ അൺഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസില്ലേ, ഞാനിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസ്,
ഈ തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ 2 മക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ലേഡിക്ക് ഒരു ബ്രദറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രദറിന് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഫാദർ. പക്ഷേ ഈ ലേഡിക്ക് വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ല. അതൊരു അൺഫെയർ ട്രീറ്റ്മെൻ്റ് ആണ് സംഭവം. സൈക്കിൾ ചോദിച്ച ആക്കല്ല മേടിച്ചു കൊടുത്തത്. നമ്മൾ സൈക്കിളല്ലേ ഇത്, ഇത്രയും ചെറിയ കാര്യത്തിനാണോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്കത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അവർക്കത് അല്ലേ, ഇപ്പോൾ സൈക്കിൾ തന്നെ വേണമെന്നില്ല. നിങ്ങൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോക്ലേറ്റ്സ് അധികം കൊടുത്ത് മറ്റേ കുട്ടിക്ക് കൊടുക്കാതെ ഒന്ന് നോക്ക്, അപ്പം മനസ്സിലാവും എത്രത്തോളം ഉണ്ട്. അവർക്കത് മതി. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അൺഫെയർ ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അത് ജോബിലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ ആണെങ്കിൽ ചില ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രം കാര്യങ്ങളൊക്കെ പറയും, ചിലരുടെ അടുത്ത് പറയൂല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്തും ഇൻജസ്റ്റിസ് നമുക്ക് ഫീൽ ചെയ്യും. അതും ദേഷ്യത്തിന് കാരണമാവും. പിന്നെ കോൺഫ്ലിക്റ്റാണ്, 2 ആളുകൾ തമ്മിലുള്ള വഴക്കുകൾ, എന്തെങ്കിലും പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടാകുമ്പോഴൊക്കെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ നമ്മൾ ബേസിക്കലി ഉള്ള ഒരു ഫാക്ടർ, ഒരു കാരണം, ദേഷ്യം വരാനുള്ള കാരണം. പിന്നെ നമ്മൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടറാണ്. പ്രശ്നം പുറത്തല്ല കിടക്കുന്നത്, നമ്മുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അതാണ് ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ പറയുന്ന സമയത്ത് ഒന്നാമത്തത് സ്ട്രെസ്സാണ്. കണ്ടിന്യൂസ്ലി ഒരു സ്ട്രെസ്സ് ക്യാരി ചെയ്യുന്ന ഒരാൾക്ക് ദേഷ്യം വരും. നിങ്ങൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ എന്തെങ്കിലും തല പൊങ്ങി ആലോചിക്കുന്ന സമയത്തൊക്കെ, ആരെങ്കിലും ചോദിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ദേഷ്യപ്പെടുക, പെട്ടെന്ന് ദേഷ്യം വരും. ഒരു സ്ട്രെസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടാനുള്ള ചാൻസ് 99.9% കൂടുതലാണ് അല്ലേ? ഒരു ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെസ് ആണെങ്കിലോ, ലോങ് ടേം ആയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ പാരൻസ് തമ്മിൽ എപ്പോഴും വഴക്കാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലങ്ങളിൽ എപ്പോഴും പ്രശ്നമാണ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എപ്പോഴും പ്രശ്നമാണ്, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെസ്സ് വന്ന് പോകുന്ന സിറ്റുവേഷൻ അല്ല. ഇത് തിരിച്ച് വീട്ടിലോട്ടേക്ക് പോകുമ്പോൾ ഇതേ മുഖം തന്നെയായിരിക്കും കാണേണ്ടി വരിക, ഇതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും വീണ്ടും ഉണ്ടാവുക. അപ്പോൾ അതൊരു ലോങ് ടേം സ്ട്രെസ്സാണ്. ലോങ് ടേം സ്ട്രെസ് ആകുമ്പോൾ ഒബ്വിയസ്ലി ദേഷ്യം വരും. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ലോങ് ടേം ആയിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് വലുതായിട്ട് തോന്നും, നമ്മുടെ ആങ്കറിനെ ട്രിഗർ ചെയ്യിക്കും. ഓക്കെ, അതാണ് സ്ട്രെസ്. അത് നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസ്, നമുക്ക് എല്ലാവർക്കും കോമൺലി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നമ്മുടെ പാസ്റ്റ് ട്രോമ ഓർ അബ്യൂസാണ്. പാസ്റ്റ് ട്രോമ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞത് അതൊരു ട്രോമയായിരുന്നു. അത് എങ്ങനെയാണ് ഒരു ട്രോമയാണെന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതാളെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ട്രോമ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അബ്യൂസ് ആയിരിക്കാം. അബ്യൂസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആകാം, ഇമോഷണൽ അബ്യൂസ് ആകാം അല്ലേ? ഇപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ളൊരു ഇമോഷണൽ പെയിന് മറികടന്ന് അയാൾ വന്നിട്ടില്ല. ആ ഇമോഷണൽ പെയിനിൽ തന്നെയാണ് അയാളുള്ളത്. ചിലപ്പോൾ അത് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ടാവില്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ കേസിൽ ഒരു കുട്ടി ഉണ്ടായി, അവർ ഒറ്റക്കായൊരു സിറ്റുവേഷൻസിലാണ് ഇത് ട്രിഗറായത്. അയാൾ ഒറ്റപ്പെട്ടു പോയി, ഞാനും എൻ്റെ മക്കളും മാത്രം ആ റൂമിൽ. പുറത്തെ അബ്രോഡാണ്. അപ്പോൾ നമുക്കറിയാം പുറത്തെ അബ്രോഡാകുമ്പോൾ ഒരു റൂം, ചെറിയൊരു കിച്ചണ്, എന്നുവെച്ചാൽ ചെറിയൊരു സ്റ്റുഡിയോ പോലുള്ള ഏരിയയിലാണ് നിൽക്കുക മിക്ക ഫാമിലിയും. കാരണം അവിടെ നല്ല റെൻറ്റിന് നല്ല പൈസ ആയതുകൊണ്ട് അങ്ങനെ ഒരു റൂമിലാണ് നിൽക്കുക. അപ്പോൾ ഒരു ഇടുങ്ങിപ്പിറിച്ച റൂമും ആയിരിക്കും. അതേസമയം പുറത്തോട്ടേക്ക് ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പിന്നെ ഒറ്റപ്പെടാൻ വേറെ റീസണൊന്നും വേണ്ട. അവിടുത്തെ ലൈഫ് അങ്ങനെയാണ്, നമ്മളെ നാട്ടിലുള്ള ലൈഫും കൂടെ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ട്രോമയെ ട്രിഗർ ചെയ്യിക്കാം. ഓക്കെ, അതൊരു ട്രോമയാണ്. അപ്പോൾ അതെന്ത് ചെയ്യും, ആങ്കറും നമ്മുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നമ്മളെ തന്നെ നമ്മൾ ഈ ട്രോമയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാവുക. ഞാൻ നേരത്തെ പറഞ്ഞ കേസും അങ്ങനെ തന്നെ. ഓക്കെ, ആ ട്രോമയെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ട്രോമയെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് ആൾ ചൂടാവുന്നു, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചൂടാവുന്നു, ദേഷ്യപ്പെടുന്നു. ഓക്കെ, പിന്നെ ഇതിൽ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, മറ്റ് പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, എസ്പെഷ്യലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, ഇതൊക്കെ നമ്മുടെ ആങ്കറിനെ ബാധിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി നിങ്ങൾ പഠിച്ചല്ലേ അല്ലേ? നിങ്ങൾക്ക് അഭിലാമിസ് ക്ലാസ് എടുത്തോ? അതിൻ്റെ ക്ലാസ് എടുത്തോ? അറിയില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് പങ്കെടുത്തില്ല. ഓക്കെ, ബാക്കിയുള്ളവർ ക്ലാസ് എടുത്താണ്. ഓക്കെ, അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. ഇമോഷണൽ റെഗുലേഷൻ വളരെ കുറഞ്ഞ ഒരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി പറയുന്നില്ല, ഓൾറെഡി മാം ക്ലാസ് എടുത്താണല്ലോ. പിന്നെ ഇത് നിങ്ങളെല്ലാവരും
നിങ്ങളും ചിലപ്പോൾ ഞാനും ചെയ്യുന്നുണ്ടാവും. നിങ്ങളിതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. ഈ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ കഴിയുന്നതിലും കൂടുതൽ നമ്മൾ നമ്മളിൽ നിന്നും വേറൊരാളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ ചിലപ്പോൾ അത് സൊസൈറ്റി കൊടുക്കുന്നതാകാം, വട്ടവ ഇവർക്ക് ചിലപ്പം 100-ൽ 85 മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ചോ, അവർ ഫ്രസ്ട്രേറ്റഡ് ആവും. അവർക്ക് ചിലപ്പോൾ 95 വേണമായിരിക്കും. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുക. 85 എന്ന് പറയുന്നത് നല്ലൊരു മാർക്കാണ് അല്ലേ, ചെറിയ മാർക്കല്ല. 85-ന് എന്തോരം എഫേർട്ട് വേണം, നല്ലൊരു മാർക്കാണ്. പക്ഷേ ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 99 വേണം എന്നുള്ളതാണ്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ആകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റും. കപ്പിൾസിൻ്റെ ഇടയിൽ പൊതുവെ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വെക്കരുത് എന്നാണ് പറയുക. അതായത് ആൾക്കൊന്നും തന്നെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ, എൻ്റെ മുഖമൊക്കെ മാറിയില്ലേ, ഞാൻ കുറച്ച് സംസാരമൊക്കെ കുറഞ്ഞ സമയത്ത് എന്താ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞിട്ടറിയണോ എന്നുള്ളത് പൊതുവെ കപ്പിൾ സെഷനിൽ കേൾക്കുന്നൊരു കാര്യമാണ്. നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ അറിയണം, അല്ലാതെ എന്നെ വേറൊരാൾ എൻ്റെ മുഖം നോക്കി മനസ്സറിയണം എന്ന് പറയുന്നത് ഒരു 100% അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ്. അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ വിൽ കിൽ ദി റിലേഷൻഷിപ്പ്. അത് റിലേഷൻഷിപ്പിൽ ഇതാവും. കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേപോലെ നമ്മൾ മനസ്സിലുള്ള കാര്യങ്ങൾ അച്ചടിച്ച പോലെ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് പറ്റിക്കൊള്ളണമെന്നുമില്ല. അത് അൺറിയലിസ്റ്റിക് ആണ് അല്ലേ? നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ ഇത്? നിങ്ങൾക്കൊന്നൊന്ന് മനസ്സിലാക്കി പറയാറുണ്ടല്ലേ? ഓക്കെ, ഇത് വളരെ കോമൺ ആയൊരു ചിലർക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാ ടൈമിലും ഇത് വർക്ക് ആവണമെന്നില്ല. മനസ്സിലായോ? എല്ലാ ടൈമിലും ഇത് ചിലപ്പോൾ നമ്മൾ വളരെ ഡൗൺ ആയി ഭയങ്കര പുറത്തോട്ടേക്ക് കാണുമ്പോൾ ചിലപ്പോൾ വൈഫാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാരും. പക്ഷെ ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ പറയാതെ ആൾ അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. അത് നമ്മൾ പറയണം, എനിക്ക് ഇന്നതാണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ട് വേണം അവരറിയാൻ. അല്ലാതെ നമ്മൾ പറയാതെ മനസ്സിലാക്കണം. ചില കോഴ്സൊക്കെ കാണാറില്ല, നമ്മൾ അറിയാതെ പറയാതെ മനസ്സിലാക്കുന്നവർ നമ്മുടെ ലൈഫിൽ ഭയങ്കര രസമാണെന്നൊക്കെ. അത് ശരിക്കും റിയാലിറ്റിയിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു പരിധി വരെ അത് വർക്കാവൂല. മനസ്സിലായോ? തീരെ വർക്കാവില്ല. അത് നമ്മളങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്യരുത്. നമ്മുടെ പാർട്ട്ണർ അങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളത് നമ്മൾ പറയണം. ഒരു വാക്കല്ലേ, നമ്മളത് പറയണം എന്നുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ദേഷ്യം വരും. നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് എന്താ വരിക? ദേഷ്യം വരും അല്ലേ? ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നില്ലെങ്കിൽ ദേഷ്യം വരും. ദിസ് ഈസ് ഇൻറ്റേർണൽ കോസസ്. ഓക്കെ, ഇനി മൂന്നാമത്തതാണ് ബയോളജിക്കൽ കോസസ്. ഓക്കെ, ബയോളജിക്കൽ കോസസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 വരുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ 4 കോസസ് എന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിത് ബയോളജിക്കൽ കോസസ് ആക്കിയിട്ട് ഇതിനെ 2 അതിൻ്റെ അണ്ടറിൽ AB എന്നിടാം. ഒന്നാമത്തത് ബയോളജിക്കൽ കോസസ് എന്ന് വെച്ചാൽ എന്താ? ശരീരത്തിൻ്റെ ഘടന, രാസപദാർത്ഥങ്ങൾ, രാസവസ്തുക്കൾ, അതായത് കെമിക്കൽസ്, ബ്രെയിനിലൂടെ ഓടുന്ന നമ്മുടെ കെമിക്കൽസ്, പിന്നെ ബ്രെയിനിൻ്റെയോ മറ്റേതിൻ്റെയെങ്കിലും സ്ട്രക്ചർ അല്ലേ, ഇതൊക്കെ നമ്മുടെ പല ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യം. അതിൽ ഒന്നാമത്തേതാണ് ഹോർമോണൽ ഇംബാലൻസ് അല്ലേ. നമുക്ക് തന്നെ കുറച്ചും കൂടെ ഇതിൽ കൂടുതൽ മെൻഷൻ ചെയ്തത് സ്ത്രീകളെയാണ്. കാരണം സ്ത്രീകൾക്കാണ് ഹോർമോണൽ ഇംബാലൻസ്. പുരുഷൻ്റെയും സ്ത്രീകളുടെയും എൻഡോക്രൈൻ സിസ്റ്റം കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്രന്ഥികളില്ലേ, ആ ഗ്രന്ഥികളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ അളവൊക്കെ ഓരോ മാസത്തിലും ഇങ്ങനെ മാറി 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 വരും. ഓക്കെ, അതിലൊന്നാമത്താണ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ്. PMS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൽ തന്നെ മിക്ക ആളുകൾക്കും PMS ഉണ്ടാകും. പീരീഡ്സിൻ്റെ ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 7 to 10 days മുമ്പേ ഇങ്ങനെ സിഗ്നൽ തരും. ദേഷ്യമായിരിക്കും, ഇറിറ്റേഷൻ ആയിരിക്കും. എന്തിനാ ദേഷ്യം പിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ചെറിയൊരു കാരണമായിരിക്കും. നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെ റീൽസിലൊക്കെ കാണാം, ശ്വാസം ഒന്ന് കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. വെച്ചാൽ അത്രയും മൈന്യൂട്ട്, അത് പറയുന്നത് അതൊരു മെറ്റഫറായിട്ട് പറയുന്നതാണ്. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ദേഷ്യം വരും, പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ നോർമലി വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദേഷ്യത്തിലായിരിക്കും സംസാരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് എ PMS, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ്. ഓക്കെ, അപ്പോൾ അത് കാരണം ദേഷ്യം വരും. അതുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? PMS ഉള്ള ആൾക്കാരുണ്ടോ? നമുക്കില്ല, മോക്കൊക്കെ അങ്ങനെയുണ്ട്. എനിക്കങ്ങനെ പ്രശ്നമില്ല, മോളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, മിക്ക ആളുകൾക്കും ഉണ്ട്. ശരിക്കും
ഒരു 77.6 ആ ഒരു റേഞ്ചിൽ ആളുകൾക്ക് PMS ഉണ്ട്, PMSൻ്റെ സിംറ്റംസ് ഉണ്ട് എന്നാണ് റിസർച്ച് സ്റ്റഡീസൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ മെനോപോസ്, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടല്ലേ? യെസ്, തൈറോയിഡ് പ്രോബ്ലത്തിലോട്ടേക്ക് ഞാൻ എത്താട്ടോ. പിന്നെ പറയുന്നത് മെനോപോസാണ്. മെനോപോസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പീരീഡ്സ് നിൽക്കുന്ന ഒരവസ്ഥ. പീരീഡ്സ് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളുടെ ബന്ധത്തിൽ ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ശരീരത്തിൻ്റെ താപനിലയൊക്കെ കൂടും, അവർക്ക് ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, ദേഷ്യം വരും, ഇമോഷൻസ് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് ആ ഒരു പീരീഡ്സ് നിൽക്കുന്നതിൻ്റെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കാരണം വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ഉള്ള ആൾക്കാരുണ്ടാവും. പിന്നെ തൈറോയിഡ് ഇഷ്യൂസ്, നമ്മൾ പൊതുവേ കൗൺസിലിങ്ങിന് വരുമ്പം ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകളെടുത്ത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം, പീരീഡ്സ് റെഗുലർ ആണോ, PCOD ഉണ്ടോ, തൈറോയിഡ് ഉണ്ടോ, ഒന്ന് ചെക്ക് ചെയ്യണം, വൈറ്റമിൻ D ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ മൂഡിനെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ മൂഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാകമുള്ള കുറച്ച് ആൾക്കാരാണ്, എസ്പെഷ്യലി തൈറോയിഡൊക്കെ. ഓക്കെ, അപ്പോൾ തൈറോയിഡൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യിക്കും. ഓക്കെ, മെഡിക്കേഷൻസൊക്കെ എടുപ്പിക്കും. അപ്പോൾ തൈറോയിഡ് ഉള്ള ആളുകൾക്കാണെങ്കിലും നല്ല ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്താ കൂടുക? ഫ്രസ്ട്രേഷൻ കൂടും. ഒരു എപ്പിസോഡ്സ് ഓഫ് ആങ്കർ ഉണ്ടാവുക. PMS ഉള്ള ആളുകൾക്ക് ഓരോ മാസവും കറക്റ്റ് ഒരു സമയമാകുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും. ഓക്കെ, അപ്പോൾ അതാണ് എപ്പിസോഡ്സ് ഓഫ് ആങ്കർ. അത് കറക്റ്റ് എപ്പിസോഡിക്ക് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ദേഷ്യം വരും. ഓക്കെ, അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അതിൽ മൂന്നാമത്തതിൽ തന്നെ രണ്ടാമത്തതാണ് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ നെർവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ന്യൂറോൺസുമായിട്ട് സംബന്ധമായ കാര്യങ്ങൾ, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് എസ്പെഷ്യലി ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചറി പറ്റുക, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുക. ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം അൽഷൈമർ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് അല്ലേ, പാർക്കിൻസൺസ് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്, നമ്മൾ മറവി രോഗം എന്നൊക്കെ വിളിക്കുന്ന അൽഷൈമേഴ്സൊക്കെ. അപ്പോൾ ഇത് ഇമോഷണൽ കൺട്രോളിനെ എന്ത് ചെയ്യും? ബാധിക്കും, മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നല്ല പെയിൻ ഉണ്ടെങ്കിൽ, ക്രോണിക് പെയിൻ ഉണ്ടെങ്കിൽ സ്ട്രെസ്സ് കൂടും, സ്ട്രെസ്സ് വഴി ദേഷ്യം വരും. ക്രോണിക് പെയിൻ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും പെയിന്, ഇപ്പോഴും വിട്ടുമാറാത്ത പെയിൻ ഉണ്ടെങ്കിൽ ആ ഒരു പെയിന് തന്നെ ദേഷ്യത്തിലോട്ടേക്ക് വരും അല്ലേ. അത് ക്രോണിക് പെയിൻ ആവണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ തലവേദന ഉണ്ടാകുമ്പോൾ നിങ്ങളടുത്ത് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ദേഷ്യം വരും. അതെ അതെ അതെ, അത് നമ്മൾ ദേഷ്യപ്പെടൂലേ അല്ലേ? കേൾക്കാൻ പറ്റൂല. മൈഗ്രെയിനുള്ള ആളുകൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ളതിലും കൂടുതലായിരിക്കും തലവേദന എടുക്കുക. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഒത്തിരി എനർജി എടുക്കുന്നില്ലേ? ഓക്കെ, പിന്നെ വരുന്നതാണ് ഇതിൽ അൺകൺട്രോൾഡ് ആങ്കറിൻ്റെ സയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാനീ പറയുമ്പോൾ നിങ്ങൾക്കതുണ്ടോ എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ദേഷ്യം വരുമ്പം ഫിസിക്കലി എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക? ഹാർട്ട് ബീറ്റ് കൂടും, നമ്മുടെ ഫിസ്റ്റ് ക്ലെഞ്ചാവും, ഇങ്ങനെ ആക്കും, പല്ല് കടിക്കും. പല്ല് പൊതുവേ ഞാൻ പല്ല് കടിക്കാറുണ്ട്. എൻ്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ കൈ ഇങ്ങനെ ഫിസ്റ്റ് ഇങ്ങനെ ക്ലെഞ്ച് ചെയ്യാറില്ല, പക്ഷെ പല്ലിങ്ങനെ കടിച്ചു പോകും. അത് അവിടെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഒരു സമാധാനമായിരിക്കും, അത് വരും. പിന്നെ അതേപോലെ ബോഡിയിൽ ടെൻഷൻ ഉണ്ടാവും, എസ്പെഷ്യലി ഷോൾഡറിൽ. ചില ആളുകൾക്ക് ഷോൾഡറിൽ ഒരു ഭാരമുള്ള പോലെ തോന്നും നല്ല ദേഷ്യം വരുന്ന സമയത്ത്. ശരീരം പിന്നെ ഒരു ചൂടുള്ള പോലെ തോന്നും, വേർക്കും, സെറ്റിങ് ഉണ്ടാവും. പിന്നെ ഒരു ഷേക്കിങ്, ഒരു വിറയും, ഒരു ട്രംബ്ലിങ്, ഒരു വിറക്കലൊരു ഫീല് ആളുകൾക്ക് ഉണ്ടാവും. ഓക്കെ, ഈ പറഞ്ഞ എല്ലാമുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിൽ? ഓക്കെ ഓക്കെ, വോയിസ് ബ്രേക്ക് ആവുന്നു എന്ന് പറയുന്നു. എല്ലാവർക്കും കേൾക്കുന്നില്ലേ? എൻ്റെ ബാക്കി എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? അറിയില്ല, ക്ലൈമറ്റ് മാറിയില്ലേ, ചിലപ്പോൾ അതായിരിക്കും, ചെറുതായിട്ടുണ്ടല്ലേ. ഓക്കെ, എന്നാലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇല്ലല്ലോ അല്ലേ?
കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതെ 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 അതാവും. ഓക്കെ, എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. തീരെ കേൾക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇല്ലല്ലോ അല്ലേ? മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ വരുന്നത് ഫിസിക്കൽ സയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇമോഷണൽ സയൻസാണ്. ഓക്കെ, ഇമോഷണൽ സയൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ സയൻസിന്റെ ഒന്നുകൂടെ ലാസ്റ്റത്തെ ആ സ്ലൈഡ്സ് ഒന്ന് ഇടാമോ? ലാസ്റ്റത്തെ ഒന്നും കണ്ടില്ല. ഇതാ ഫിസിക്കൽ സയൻസ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വരുന്നത് ഇമോഷണൽ സയൻസാണ്. ഓക്കെ, ഇമോഷണൽ സയൻസ് എന്ന് പറയുമ്പോൾ വൈകാരികപരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഒബ്വിയസ്ലി ഇറിറ്റേഷൻ ഉണ്ടാവും. നമ്മൾ പറയൂലേ, പൊതുവെ നാട്ടിൽ എന്താ പറയുക, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അപ്പം ദേഷ്യം വരും. ചെറിയ ഇറിറ്റേഷൻ ആയിരിക്കും. ഇറിറ്റേറ്റ് ആക്കല്ല എന്നാന്ന് പറയും. ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്തൊരു കാര്യമാണെങ്കിലും ഒരു തരിപ്പായിരിക്കും അല്ലേ? ആ ഒരു ഫ്രസ്ട്രേഷൻ ആൻഡ് ഇറിറ്റബിലിറ്റി അതൊരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഇമോഷണൽ സൈനാണ്. പിന്നെ നമുക്കൊരു ഒരു ഇൻജസ്റ്റിസ് ഫീലായിരിക്കും ഉണ്ടാവുക. അതായത് എനിക്കൊരു ഫെയർ ആയിട്ടല്ല എനിക്കിത് കാര്യം കിട്ടിയത് എന്നുള്ളൊരു ഫീലായിരിക്കും ഉണ്ടാവുക. പിന്നെ റേജ് ആയിരിക്കും, സഡൻ ഔട്ട് ബേസ്റ്റ് ഓഫ് റേജ്. റേജ് എന്ന് പറഞ്ഞാൽ ദേഷ്യം. നോർമലി നമ്മൾ നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നതും ഭയങ്കര സൗണ്ടിൽ സംസാരിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചുകൂടെ റേജാണ്, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരാനും കാരണമാകുന്നുണ്ട്. ഇതാണ് ഇമോഷണൽ സയൻസ് നോർമലി ഉള്ളത്. പിന്നെ ബിഹേവിയറൽ സയൻസാണ് വരുന്നത്. നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ആക്ഷൻസ് എങ്ങനെയാണ് വരുന്നത്? ഷൗട്ട് ചെയ്യും, യെല്ല് ചെയ്യും, നിലവിളിക്കും, അല്ലെങ്കിൽ ഒച്ചത്തിൽ സംസാരിക്കും. പിന്നെ ചിലപ്പോൾ ഒബ്ജക്റ്റുകൾ ത്രോ ചെയ്യും, എറിയും. ഫിസിക്കൽ വയലൻസ് ഉണ്ടാവും, വേർബൽ അഗ്രഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ വായി തോന്നിയതൊക്കെ വിളിക്കും. ചിലപ്പോൾ ബാഡ് വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ട്. തെറി വിളിക്കും, ത്രെട്ടനിങ് ചെയ്യും, പേടിപ്പെടുത്തും. നീ ഇങ്ങനെ ചെയ്താലും ഞാൻ അങ്ങനെ ചെയ്താലും നിന്നെ കൊന്നു കളയും എന്നൊക്കെ പറയും. ഓക്കെ, പിന്നെ വിഡ്രോയിങ് ഉണ്ടാവും. ദേഷ്യം വരുമ്പോൾ ചില ആളുകൾ വിഡ്രോ ചെയ്യുക. അതായത് വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് സംസാരിക്കുകയില്ല. പാസീവ് ആങ്കറിൽ എന്താ വരുന്നത്? മിണ്ടാതെ നിൽക്കലല്ലേ? അത് തന്നെ, അതൊരു ബിഹേവിയറലായിട്ട് പറയുകയാണെങ്കിൽ മിണ്ടാതെ നിൽക്കും, വിഡ്രോയിങ് ചെയ്യും. പിന്നെ ചില ആൾക്കാർ ഭയങ്കര ഡിഫെൻസീവ് ആവും. ഡിഫെൻസീവ് എന്ന് വെച്ചാൽ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടേ നിൽക്കും. ഭയങ്കര ഹോസ്റ്റൈലായിരിക്കും ഒരു ഇതിൽ. ഹോസ്റ്റൈൽ എന്ന് പറയുമ്പോൾ പെട്ടെന്ന്, അതായത് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കും. ഒരു മിനിറ്റ് കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ, ഇതാണ് ബിഹേവിയറൽ സയൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ ആങ്കർ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജിയാണ് പറയുന്നത്. ആങ്കർ മാനേജ് ചെയ്യാൻ ഒത്തിരി സ്ട്രാറ്റജീസുകളുണ്ട്. അപ്പോൾ ഇത് പൊതുവേ തെറാപ്പിയിൽ ഇത് കൊടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് തെറാപ്പിയിൽ നമ്മൾ കൊടുക്കുക. അതിലൊന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏർലി വാർണിംഗ് സൈൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണം. നമുക്ക് ദേഷ്യം വരുന്നതിന് മുമ്പ് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ ശരീരം അതിനുള്ള സിഗ്നൽസ് തന്നുകൊണ്ട് വെക്കും. ഒരു ടെൻഷൻ നമുക്ക് അനുഭവപ്പെടും. അതൊരു മൈന്യൂട്ട് ടൈമിലുള്ള ഡിഫറൻസസാണ്. പക്ഷെ അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ ദേഷ്യപ്പെടുന്നുണ്ട്, നമുക്ക് അവിടെ നിന്ന് മാറിയൊക്കെ നിൽക്കാം, എന്നിട്ട് റിലാക്സ് ആയിട്ട് വന്ന് സംസാരിച്ചാലും മതി. അതായത് ടെൻഷൻ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നത്. സവിതയുടെയാണ്. ഓക്കെ, മ്യൂട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏർലി വാർണിംഗ് സൈൻസ് അല്ലേ നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ ഈ ഏർലി വാർണിംഗ് സൈൻസിൽ ഈ ഹാർട്ട് ബീറ്റ് കൂടും, ചില ആളുകൾക്ക് ബ്രീത്തിങ് റേറ്റ് കൂടും, ഒരു ടെൻഷൻ അനുഭവപ്പെട്ട് തുടങ്ങും. അതായത് ദേഷ്യം അങ്ങോട്ട് പുറത്തോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ശരീരം പല സിഗ്നൽസും തരും. ആ സിഗ്നൽസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതൊരു അവയർനെസ്സാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇതാണ് ഒന്നാമത്തത്. ഓക്കെ,
പിന്നെ രണ്ടാമത്തത് റിലാക്സേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ സപ്ലിമെൻ്റ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, കോർട്ടിസോൾ കൂടും. അപ്പോൾ ഡീപ്പ് ബ്രീത്തിങ് വിൽ ഹെൽപ്പ്. ഡീപ്പ് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ സപ്ലിമെൻ്റ് ബ്രെയിനിലോട്ടേക്കും രക്തക്കുഴലുകളിലോട്ടേക്കും നമ്മൾ എത്തിക്കുക ചെയ്യുന്നത്. അതുവഴി നമ്മുടെ ബോഡി കാമാവും. ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ബോഡി റേസ് ആവും. ആ റേസായ ബോഡിയെ കാം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലാക്സേഷൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വിൽ വർക്ക്. നമ്മൾ പൊതുവേ ദേഷ്യപ്പെടുന്ന സമയത്ത് നോർമലി നമ്മളൊക്കെ എന്താ ചെയ്യുക, ഇങ്ങനെയല്ലേ ചെയ്യുക അല്ലേ? ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇതൊന്നും ടെക്നിക്കാണെന്ന് തിരിയാതെ നാച്ചുറലി ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇത് ഉണ്ടോ? എന്ത് അല്ല, ദേഷ്യപ്പെടുന്ന ആ ഒരു മൊമെന്റില് ഇങ്ങനെ ബ്രീത്ത് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ബ്രീത്ത് എടുക്കാറുണ്ട്. ഇതൊരു ടെക്നിക്കാണെന്ന് അറിയില്ലെങ്കിലും നമ്മൾ ബ്രീത്ത് എടുക്കും. ചില ആൾക്കാർ ബ്രീത്ത് എടുക്കും. അത് ഓക്സിജൻ നമ്മൾ ഉള്ളിലോട്ടേക്ക് എത്തുമ്പോൾ ഒരു റിലാക്സേഷൻ കിട്ടും നമുക്ക്. ആ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രീത്തിങ്, ഡീപ്പ് ബ്രീത്തിങ് ആണ്. അത് പൊതുവെ 4-7-8 ബ്രീത്തിങ് എന്നാണ് പറയുക. അതായത് 4 സെക്കൻഡ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, 4 സെക്കൻഡ് എടുത്ത് ഇൻഹെയിൽ ചെയ്യുക, 7 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക, 8 സെക്കൻഡ് എടുത്ത് അത് എക്സെയിൽ ചെയ്യുക. ഓക്കെ, ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മുടെ മൈൻഡിനെ ബോഡീനെ കാമാക്കാൻ വേണ്ടിയിട്ട് ഇത് ഡീപ്പ് ബ്രീത്തിങ് വിൽ ഹെൽപ്ഫുൾ. പിന്നെ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ആണ്, PMR ആണ്. ഇത് ശരിക്കും ആങ്സൈറ്റി ഉള്ള ആളുകൾക്കാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാറുള്ളത്. ഇത് ഒരാൾ പ്രാക്ടീസ് ചെയ്യിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ഇനീഷ്യലി ചെയ്യാൻ പറ്റില്ല. ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് വന്നിട്ട് നമുക്കത് ഇൻസ്ട്രക്ഷൻസൊക്കെ തന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് സെഷനിലൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും അത് അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് തലവേദന വരുന്നത്, ഷോൾഡർ പെയിൻ വരുന്നത്. ടെൻഷൻ വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ റിലീസ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പാർട്ടും നമ്മൾ ടൈറ്റൻ ചെയ്ത് പതിയെ റിലീസ് ചെയ്യും, ടൈറ്റൻ ചെയ്ത് പതിയെ റിലീസ് ചെയ്യും. ഇപ്പം കൈയിൻ്റെ ഭാഗമാണെങ്കിൽ ടൈറ്റൻ ചെയ്ത് പതിയെ റിലീസ് ചെയ്യും. അങ്ങനെ ബോഡിയിൽ ഓരോ പാർട്സും നമ്മൾ ടൈറ്റൻ ചെയ്ത് റിലീസ് ചെയ്യും. ഓക്കെ, ഇപ്പം കണ്ണുകളാണെങ്കിൽ കണ്ണുകൾ ഇങ്ങനെ അടുക്കി പിടിക്കും, എന്നിട്ട് പതിയെ റിലീസ് ചെയ്യും. ഓക്കെ, ഇതിനോരോ മെത്തഡ് ഉണ്ട്, ഓരോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നമ്മുടെ മൊത്തം ബോഡിയെ ഓരോ മസിൽസിനെ ടൈറ്റൻ ചെയ്ത് റിലീസ് ചെയ്യും, ടെൻസ്ഡ് ആക്കിയിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, ഇതാണ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, നമ്മുടെ ബോഡി കാമാക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണിത്. പിന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനാണ് വരുന്നത്. ഇതും നല്ല മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുമ്പം ബീയിങ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ് അല്ലേ. ആ ഒരു ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, നമ്മൾ പാസ്റ്റിലുള്ളത് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്. ആ ഒരു മൊമെൻറ്റിൽ ഒരാൾ നമ്മളെടുത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു സംഭവം. ആ ഒരു ഇൻസിഡൻസ് പിന്നെ നടക്കുന്നില്ല. പിന്നെ ഇൻസിഡൻസ് നടക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിലാണ്, നമ്മുടെ ബ്രെയിനിലാണ് നടക്കുന്നത്. നമ്മളതിനെ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ദേഷ്യപ്പെടുന്നത്. നമ്മൾ ദേഷ്യപ്പെടുന്ന മൊമെൻറ്റിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റേ നടക്കുന്നില്ല. അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. പ്രസൻറ്റ് മൊമെൻറ്റിൽ ചിലപ്പം ടീച്ചർ ക്ലാസ് എടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും, ഏതെങ്കിലും കല്യാണത്തിന് പോകുന്നതായിരിക്കും. ഇതൊക്കെ ആയിരിക്കും പ്രസൻറ്റ് മൊമെൻറ്റ്. പക്ഷെ നമ്മൾ അവനെന്താ എൻ്റെ ഇടന്നാലും അങ്ങനെ പറഞ്ഞത്, അവൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിൽ നിന്നായിരിക്കും ഈ ദേഷ്യം നമ്മൾ ഉണ്ടാക്കുന്നത്. മുമ്പ് കഴിഞ്ഞു പോയ കാര്യത്തിനെ ലീവ് ചെയ്യാതെ അതും പിടിച്ച് നമ്മൾ ഇങ്ങനെ നടക്കും. ചില ആൾക്കാർ 2-3 ദിവസം നടക്കും, ചില ആൾക്കാർ വർഷങ്ങളോളം നടക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൈൻഡ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത്, ബീയിങ് ഇൻ ദി പ്രസൻറ്റ് മൊമെൻറ്റ്. അതിനെന്താ ചെയ്യേണ്ടത്? യോഗ വിൽ ഹെൽപ്പ്, മെഡിറ്റേഷൻ വിൽ ഹെൽപ്പ്, ഡീപ്പ് ബ്രീത്തിങ് വിൽ ഹെൽപ്പ്. ഇതൊക്കെ നമുക്ക് പതിയെ പതിയെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. അതാണ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിലുള്ളതാണ് കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്ക്. ഇത് തെറാപ്പിയുടെ ഭാഗമാണ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്ക് എന്ന് പറയുമ്പം എസ്പെഷ്യലി നെഗറ്റീവ് തോട്ട്സിനെയാണ് അവിടെ റീഫ്രെയിം ചെയ്യുന്നത് അല്ലേ. CBT അതാണിത്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ ടെക്നിക്കാണ് CBT അല്ലേ. CBTയിൽ ബേസിക്കലി എന്തായിരുന്നു ചെയ്യുന്നത്, ഓർക്കുന്നുണ്ടോ? CBTയിൽ എന്താ ചെയ്യുന്നത്? ഡിപ്രഷൻ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു CBTയിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ലേ CBTയിൽ? കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്? അവിടെ
അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. ഇറ്റ്സ് ഓക്കെ. ഓർമ്മയില്ല അല്ലേ? CBT ശരിക്കും നമ്മൾ തോട്ട്സിനെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ആങ്കർ വരുന്ന സമയത്ത് എന്താ അവിടെ വർക്കാവുന്ന? അയാൾ എന്താ എൻ്റെ അടുത്ത് അങ്ങനെ ചെയ്തത്? ഞാൻ അത്രക്ക് മോശമാണോ? എന്നെ കൊണ്ടൊന്നും പറ്റാത്തതുകൊണ്ടാണോ അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്? ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടാണ് ദേഷ്യം വരുന്നത് അല്ലേ? ചിന്തകളാണ് വില്ലൻ. അപ്പം അത് നെഗറ്റീവ് ചിന്തകളായിരിക്കും മിക്കപ്പോഴും. ഓക്കെ, ആരോൺ എന്താ പറയാൻ വന്നോ? നെഗറ്റീവ് യെസ്, എക്സാക്ട്ലി. അപ്പം ഈ നെഗറ്റീവ് തോട്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ റീഫ്രെയിം ചെയ്യുന്നത്. റീഫ്രെയിം ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലാതെ എനിക്ക് ചിന്തിക്കാം, അയാൾ എന്താ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, ഞാൻ മോശമായതുകൊണ്ടാണോ എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് തോട്ടാണ്. അതിനെ റീഫ്രെയിം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, അയാൾ പറയുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അയാൾ ചിലപ്പോൾ അയാളുടെ എന്തെങ്കിലും മാനസികാവസ്ഥയിൽ ചിന്തിക്കുന്നതായിരിക്കും. ആൻഡ് അതൊരിക്കലും എന്നെ ഡിറ്റർമിൻ ചെയ്യുന്നില്ലല്ലോ. ഇതാണ് റീഫ്രെയിം. ഓക്കെ, അത് മനസ്സിലായോ? പിന്നെ അതേപോലെ നെഗറ്റീവ് തോട്ട്സ് പലതും ആകാം. നമുക്കിപ്പോൾ ഇത് തീരെ അൺഫെയർ അല്ല, ഇതിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു നെഗറ്റീവ് തോട്ടെന്ന് ഇത് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആണ്, പക്ഷെ ഞാനിത് എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യും. ഇതാണ് പോസിറ്റീവാണ് റീഫ്രെയിം ചെയ്തിട്ടുള്ളത്. ഈ ഒരു തോട്ട് പ്രോസസ്സിലോട്ടേക്ക് മാറ്റുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് മാറ്റാനൊന്നും പറ്റില്ല. നമ്മൾ വർക്കുകളൊക്കെ കൊടുത്ത് പതിയാണ് അത് മാറ്റിക്കൊണ്ടുവരാം. ഓക്കെ, പിന്നെ CBT വരുന്നതിനാണ് പ്രോബ്ലം സോൾവിങ്. സൊല്യൂഷനിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രോബ്ലത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, അതായത് ആ ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് പ്രോബ്ലം സോൾവിങ് വരുന്നത്. പിന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ നമ്മൾ അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ അപ്പുറം നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടും വിചാരിക്കണം, ആ ഫ്രണ്ട് എന്നോട് പെരുമാറണം എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷനാണ്. റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ എന്താ? എവറി വൺ ഈസ് ഡിഫറെൻറ്റ്. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അവർ പറയുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനതിന് റെസ്പോൺസിബിൾ അല്ലല്ലോ. സോ ദിസ് ഈസ് റിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ. അതിലോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും CBT വിൽ ഹെൽപ്ഫുൾ. പിന്നെ വരുന്നതാണ് ടൈം ഔട്ട് പൊതുവേ കപ്പിൾസിൻ്റെ ഇടയിലൊക്കെ പറയുന്നൊരു കാര്യം. സിറ്റുവേഷനിൽ ഞാൻ ഇപ്പോൾ അടിച്ചൊരു കാര്യം പൊട്ടിക്കും എന്ന് തോന്നുന്നൊരു സമയം ഉണ്ടാവുമല്ലോ. എൻ്റെ വായിന്ന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വന്നു പോകും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരെണ്ണം പൊട്ടിക്കുമെന്ന് തോന്നുന്ന വേറൊരാളെ ഞാൻ ഹേർട്ട് ചെയ്യുമെന്ന് തോന്നുന്നൊരു സിറ്റുവേഷനുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് അടിക്കുക. പാസീവ് പോലെ ജീവിതകാലം മുഴുവൻ മിണ്ടാതെ നിൽക്കലല്ല കേട്ടോ, അല്ലെങ്കിൽ ആ കാര്യത്തെപ്പറ്റി സംസാരിക്കാതെ നിൽക്കലല്ല, ഒന്ന് സ്റ്റെപ്പ് ബാക്ക് അടിക്കുക. അതാണ് ടൈം ഔട്ട്. കുറച്ചൊരു ബ്രീത്തിങ് ഒക്കെ എടുത്ത് ഒരു ക്വയറ്റ് സ്പേസിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കൂളായതിന് ശേഷം ചെന്ന് സംസാരിക്കുക. നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഹേർട്ടായി, എനിക്ക് സംഭവം നല്ല ദേഷ്യം വന്നു, പക്ഷേ എനിക്കത് ഭയങ്കര ഹേർട്ടായി എന്നുള്ള കാര്യം പിന്നീട് സംസാരിക്കുക. അപ്പോൾ സംസാരിച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്നും ആയിരിക്കില്ല സംസാരിക്കുക. എപ്പോഴും ഇങ്ങനെയാണല്ലോ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക ചെയ്യുക. ആ ദേഷ്യം നമുക്ക് വേണ്ട. പിന്നെ 5ാമത്താണ് കമ്മ്യൂണിക്കേറ്റ് അസർട്ടീവ്ലി. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓൾവേസ് യൂസ് ഐ സ്റ്റേറ്റ്മെൻറ്റ്. ഒരാളെ ചൂണ്ടി സംസാരിക്കുമ്പം എപ്പോഴും അയാൾ ട്രിഗറിങ് ഉണ്ടാക്കും. നമുക്ക് വേണ്ടത് നമ്മുടെ ഇമോഷൻസിനെ പറയണം. നമ്മുടെ ഇമോഷൻസിനെ പറയണമെങ്കിൽ ഐ ഫീൽ അപ്സെറ്റ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്തത്, നീ കാരണം ഞാനിങ്ങനെ ഫീൽ ചെയ്തത് എന്നല്ല പറയേണ്ടത്. നീ കാരണം നീ എപ്പോഴും എനിക്ക് തലവേദന തന്നുകൊണ്ടിരിക്കുന്ന എന്നല്ല പറയേണ്ടത്. എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ എനിക്ക് ഭയങ്കര ഹേർട്ടാക്കി, ഞാൻ ഭയങ്കര അപ്സെറ്റായി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറയുന്നില്ല, നമ്മൾ അപ്സെറ്റായ കഥകളും കിസ്സകളും മാത്രമേ പറയുന്നുള്ളൂ. ദിസ് ഈസ് അസർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഫീലിങ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഷൗട്ടിങ് അവോയ്ഡ് ചെയ്യുക, അഗ്രസീവായിട്ടുള്ള ലാംഗ്വേജ്, തെറി വിളിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ അസർട്ടീവായിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ 6ാമത്താണ് എക്സസൈസ്. നമുക്കറിയാം നാച്ചുറലി നമ്മുടെ ബോഡിയിൽ എക്സസൈസിന് ഹാപ്പി ഹോർമോൺസ്, സെറോട്ടോണിൻ, ഡോപ്പമിൻ, എൻഡോർഫിൻസ്, ഇതൊക്കെ ഫീൽ ഗുഡ് ഹോർമോൺസാണ്. ഈ ഫീൽ ഗുഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യിക്കാനുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ വാക്ക് ചെയ്യുമ്പോൾ, ജോഗ് ചെയ്യുമ്പോൾ, യോഗ ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ മൂഡ് ഇമ്പ്രൂവ് ആകുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? സെയിം. ഓക്കെ, മൂഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, ഗുഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും, അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നത്.
ഒരു ബ്രേക്കപ്പ് ഒക്കെ വന്ന് ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ പോകുന്നതിൻ്റെ റീസൺ ഇതാണ്. ഓക്കെ. പിന്നെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്. തീരെ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് സീക്കുക. അവർ ആങ്കർ മാനേജ്മെൻറ്റ് തെറാപ്പി, CBT ഒക്കെയാണ് കൊടുക്കുക. പിന്നെ സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ടാവും. സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുമ്പം ഒരേപോലെ ദേഷ്യമുള്ള കുറച്ച് ആളുകൾ ഒപ്പം ഇരുന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. അവർക്കുണ്ടായ കോൺസിക്വൻസസ് എന്താണ് എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ അതിൻ്റെ ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇതിൽ ദേഷ്യം മാത്രം ഒരാൾക്ക് വരില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഒരു ട്രോമ ഉണ്ടാകും, അല്ലെങ്കിൽ ഡിപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗാവസ്ഥകൾ, അതായത് മെൻ്റൽ ഡിസോർഡറിൻ്റെ ഒപ്പം ഉള്ള ഒരു ബോണസായിട്ട് കിടക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ അതിലുള്ള ഒരാളായിരിക്കും ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആങ്കറിനെ മാത്രമായിരിക്കില്ല ട്രീറ്റ് ചെയ്യുക, ഹോളായിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുക. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമ്മുടെ ആങ്കർ മാനേജ്മെൻറ്റ്. ഓക്കെ.